ശ്രീ കോട്ടയം പുഷ്പനാഥിന്റെ ഹൊറർ നോവൽ യക്ഷകന്യക. വായിക്കുന്നത് മിഥുൻ. അയാൾ കാവിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് വരികയാണ്. അപ്പോഴാണ് പിന്നിൽ നിന്ന് ആ വിളി ഉയർന്നത്. ഒരു സ്ത്രീ ശബ്ദമാണ്. ദീപാരാധന കഴിഞ്ഞ് വളരെ സമയം ആൽച്ചുവട്ടിലിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ചന്ദ്രസേന, ചന്ദ്രസേന 2 തവണ വിളിച്ചു. സംശയത്തോടെ വിശ്വനാഥൻ നമ്പൂതിരി തിരിഞ്ഞു നോക്കി. ഒരു സ്ത്രീ തന്നെയാണ്. പടിഞ്ഞാറ് തിളങ്ങിയ ചന്ദ്രപ്രകാശത്തിൽ അവൾ കാഴ്ചയിൽ മോശമല്ലെന്ന് തോന്നി. ആള് തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. ഞാൻ വിശ്വനാഥനാണ്, ഈ കാവിലെ പൂജാരിയാണ്. വിശ്വനാഥൻ മറുപടി പറഞ്ഞു. അല്ലെന്നേ, നിങ്ങൾ ചന്ദ്രസേനൻ തന്നെയാണ്. 1000 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്കറിയാം. അവൾ പതിയെ പടിക്കെട്ടുകൾ ഇറങ്ങുകയാണ്. ആ നാടിന്റെ ഉച്ചിയിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. അവിടെ നിന്നാൽ 4 ചുറ്റുമുള്ള ചക്രവാളം കാണാം. ദേവിയാണ് പ്രതിഷ്ഠ. എത്ര കാലമാണ് അതിന്റെ പഴക്കമെന്ന് ഇപ്പോഴുമുള്ള തലമുറയിൽപ്പെട്ട ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. പറഞ്ഞുപോലും ആരും കേട്ടിട്ടില്ല. 107 വയസ്സുള്ള കുഞ്ഞുകുട്ടൻ പിള്ളയ്ക്കും അദ്ദേഹത്തിന്റെ മുത്തച്ഛന് പോലും അറിയില്ലെന്നാണ് പറയുന്നത്. പണ്ട് 7-ലധികം ഉപക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് ആകെയുള്ളത് ഒരു ദേവയക്ഷിയുടെ ഉപക്ഷേത്രം മാത്രമാണ്. രാത്രി ഗന്ധർവയാമത്തിൽ ക്ഷേത്ര പരിസരത്തുകൂടി അവ്യക്തമായ ആൾരൂപങ്ങൾ മാറിമറിയുന്നത് പലരും കണ്ടിട്ടുണ്ട്. കൂടാതെ ചിലകകളുടെ ധ്വനിയും അവിടെ നിന്ന് പ്രതിധ്വനിക്കുന്നുണ്ട്. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള അടിവശത്തെ കല്ലുകൾ വളരെയധികം വലിപ്പമുള്ളവയാണ്. ആ കുന്നിനു മുകളിൽ അത് എങ്ങനെ കൊണ്ടുവന്നെത്തിച്ചെന്ന് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ആനകൾ വലിച്ച് മുകളിൽ എത്തിച്ചതായിരിക്കാമെന്ന് വിശ്വസിക്കാം, അല്ലാതെ മനുഷ്യനാൽ സാധ്യമല്ല. അതുപോലെ ചുറ്റുമുള്ള മതിലിനോട് ചേർന്ന കൽവിളക്കുകൾ ആ കല്ലുകളിൽ തന്നെ കൊത്തിയുണ്ടാക്കിയവയാണ്. അവ നേരിട്ട് പുറത്തേക്ക് തള്ളിയാണ് നിലകൊള്ളുന്നത്. ഒരു കാലത്ത് 100 കണക്കിനുള്ള ആ വിളക്കിലെല്ലാം തിരിയിട്ട് കത്തിച്ചിരുന്നിരിക്കണം. ശ്രീകോവിലിന്റെ വാതിലും കട്ടിള ഉരുപ്പടിയും കരിവീട്ടി കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലെല്ലാം താമരപ്പൂക്കൾ കൊത്തിയിട്ടുണ്ട്. വാതിലിന്റെ ചവിട്ടുപടിയിൽ പാദസ്പർശമേറ്റാൽ ശിരസ് മുകളിൽ തട്ടിയത് തന്നെ. അതുകൊണ്ട് പടിയിൽ ചവിട്ടാതെ അകത്ത് കടക്കണം. എന്താ നിന്റെ പേര്? വിശ്വനാഥൻ താഴെ ഇറങ്ങാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ ഗന്ധർവയാമമാണ്. നിങ്ങൾ ഇതുവരെ ആൽച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു, അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. വിശ്വനാഥന് അവൾ പറയുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളുടെ സംശയം തീർക്കാം. വരൂ, നമുക്ക് അല്പസമയം കൂടി ആൽത്തറയിൽ ഇരിക്കാം, അവൾ നിർബന്ധിച്ചു. വിശ്വനാഥൻ നിലാവെളിച്ചത്തിൽ വാച്ചിൽ നോക്കി. മണി 1:30. അർദ്ധരാത്രി ആയിരിക്കുന്നു. ഇങ്ങനെയൊരു രാത്രി ഇതുവരെ ആ ക്ഷേത്രത്തിൽ അയാൾക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ ദീപാരാധന കഴിഞ്ഞ് അല്പസമയം ആൽത്തറയിൽ ഇരുന്ന ശേഷം ഇല്ലത്തേക്ക് പോവുകയാണ് പതിവ്. ഇന്ന് എന്തോ അങ്ങനെ സംഭവിച്ചു പോയി. അവൾ പറയുന്നത് ശരിയാണെന്ന് വ്യക്തമായപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി അയാൾ മുകളിലേക്ക് കയറി. ദാ അവിടെ ഇരിക്കാം, അവൾ ആൽത്തറ ചൂണ്ടിക്കാണിച്ചു. പണ്ട് വൃത്താകാരത്തിൽ കല്ലുകൾ അടുക്കി ചേർത്ത് വെച്ചിരിക്കുന്ന ആൽത്തറ കണ്ടാൽ എത്രമാത്രം സമയം അതിനെടുത്ത് കാണുമെന്ന് ഊഹിക്കാം. ചന്ദ്രസേനൻ അവിടെ ഇരിക്കി, അവൾ നിർബന്ധ രൂപേണ പറഞ്ഞു. അയാൾ അനുസരിച്ചു. ഇനി ഞാൻ പറയാം. അവൾ അയാളുടെ അടുത്തായി ഇടതുവശത്തിരുന്നു. ഇനി നിങ്ങൾ ആരാണെന്ന് അറിയണം അല്ലേ? വിശ്വനാഥൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീലാവിന്റെ പ്രഭയിൽ അവളുടെ മുഖം തിളങ്ങുന്നു. കണ്ണുകൾ മുഖത്ത് വേറിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അത്രമാത്രം ശോഭയാണ്. ഉടയാടകൾ അണിഞ്ഞ ഒരു നർത്തകിയുടെ വേഷമാണ് അവൾക്ക്. നിങ്ങൾ 1000 ദിവ്യ സംവത്സരങ്ങൾക്ക് മുമ്പ് ഇന്ദ്രസദസ്സിലെ വീണമീട്ടുന്ന ആളും ഗായകനും കൂടിയായിരുന്നു. ഞാൻ നർത്തകിയും, അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. വിശ്വനാഥന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എവിടെ നിന്നോ 7 പാല പൂത്ത സുഗന്ധം അവിടെ എത്തി. പാലപ്പൂവിന്റെ സുഗന്ധം, അവൾ പറഞ്ഞു. അതിനെ ഇവിടെങ്ങും പാല പൂത്തിട്ടില്ലല്ലോ, വിശ്വനാഥൻ പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ ഗന്ധർവയാമമാണ്. ദേവിയും പരിവാരങ്ങളും ദാ ആ കാണുന്ന മലമുകളിൽ പോകും. അതെന്തിന്? ഈ കുന്നിനോടൊപ്പം ഉയരം അതിനുമുണ്ട്. അവിടെയും ഒരു ക്ഷേത്രമുണ്ട്. പക്ഷെ അവിടെ മലവർഗക്കാരുടെ ആവാസ കേന്ദ്രമാണ്. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അവിടെ പൊയ്ക്കൂടാ. ഈ ജന്മത്തിലോ? വിശ്വനാഥൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളുടെ ഒരു പുനർജന്മമാണ്. പുനർജന്മമോ? എന്താണീ പറയുന്നത്? വിശ്വനാഥന് അത്ഭുതമായി. അതെ വിശ്വ, അല്ല ചന്ദ്രസേന.
ഞാൻ ചന്ദ്രസേനനല്ല, വിശ്വനാഥൻ. അതിപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചന്ദ്രസേനൻ തന്നെ ആയിരുന്നു, അതും ഇന്ദ്രസദസ്സിലെ ഗായകൻ. അവൾ തറപ്പിച്ചു പറഞ്ഞു. ഞാൻ നർത്തകി ദേവപ്രിയ. ഞാൻ നൃത്തം ചെയ്യുമ്പോൾ നിങ്ങൾ വീണ വായിക്കും, ഒപ്പം പാട്ടുകൾ പാടും. വിശ്വനാഥൻ നമ്പൂതിരിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്വപ്നലോകത്തിൽ എന്നതുപോലെ ഇരുന്നു. ശരി, ഇപ്പോൾ ദേവപ്രിയ ഇവിടെ എങ്ങനെ വന്നു? വിശ്വനാഥൻ ചോദിച്ചു. അതൊരു കഥയാണ്, അവൾ തുടർന്നു. ഞാൻ കുറെ കാലം മുൻപ് ഇവിടെ, അതായത് ഭൂമിയിൽ വന്നു. ഒരു രക്ഷസായിട്ടാണ് ഞാൻ ഭൂമിയിൽ എത്തിയത്. അങ്ങനെയിരിക്കെ ഒരു മാന്ത്രികൻ എന്നെ കാണാനിടയായി. അവൾ പറയുന്നത് ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ വിശ്വൻ കേട്ടിരുന്നു. അയാൾ എന്നിതാ ആ കാണുന്ന കൂറ്റൻ ആൽവൃക്ഷത്തിൽ തറച്ചു. എന്നാൽ യാദൃച്ഛികമായി എന്നെ തറച്ചിരുന്ന ആൽവൃക്ഷത്തിന്റെ ഭാഗം അടർന്ന് നിലം പതിച്ചു. അതോടെ എനിക്ക് മോചനം കിട്ടി. ഞാൻ ഈ കാവിന് ചുറ്റും രാത്രികാലങ്ങളിൽ അലഞ്ഞു നടന്നു. വളരെ വിചിത്രമായ ആ സംഭവം വിശ്വനാഥൻ കേട്ടിരുന്നു. പകൽ സമയത്ത് ഞാൻ ആൽവൃക്ഷത്തിന്റെ മുകളിൽ കഴിയും. ഇന്ന് യാദൃച്ഛികമായി നിങ്ങളെ കണ്ടു. അത് കേട്ടപ്പോൾ വിശ്വനാഥൻ ആകെ വിഷമിച്ചു. ഇനി അവൾ പറയുന്നത് എന്തായിരിക്കും? ഇനി എൻ്റെ മനുഷ്യജന്മമാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലത്തിൽ വരും. നിങ്ങളുടെ അമ്മയെ ഞാൻ ഒരു പെറ്റമ്മയായി കരുതും. അതുപോലെ നിങ്ങളുടെ സഹോദരിയെ എൻ്റെ അനുജത്തിയായും. അവൾ വിടുന്ന മട്ട് കണ്ടില്ല. അത് കേട്ടപ്പോൾ വിശ്വനാഥൻ ആകെ അങ്കലാപ്പിലായി. ഒരു രക്ഷസിനെ എങ്ങനെ ഇല്ലത്ത് കൊണ്ടുപോകും? പിന്നെ ഞാനിപ്പോൾ രക്ഷസൊന്നുമല്ല, ഒരു ദേവകന്യകയാണ്, ദേവപ്രിയ. ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയെന്ന് നിങ്ങൾ അമ്മയോട് പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ വിശ്വസിപ്പിച്ചുകൊള്ളാം. അവൾ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. ദേവകന്യക എങ്ങനെ മനുഷ്യ സ്ത്രീയാകും? ഈ മോചനം എൻ്റെ മനുഷ്യജന്മമാണ്. അതുകൊണ്ട് ആരും സംശയിക്കില്ല. എവിടുന്ന് വന്നതാണെന്ന് ഞാൻ എങ്ങനെ ഇല്ലത്ത് പറയും? അതാ ആ കാണുന്ന കാവില്ലേ, മലവർഗക്കാരുടെ. അവിടുത്തെ പൂജാരി മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മകളാണെന്ന് ധരിപ്പിച്ചാൽ മതി. അങ്ങനെയൊരു പൂജാരി ഉണ്ടോ അവിടെ? ഒരു നമ്പൂതിരി തന്നെയായിരുന്നു പൂജാരി. ഈയിടെ മരണമടഞ്ഞു. അത് കേട്ടപ്പോൾ വിശ്വനാഥന് ഒരു ലക്ഷ്യം കിട്ടി. അങ്ങനെ പറഞ്ഞാൽ ഇല്ലത്തുള്ളവർ വിശ്വസിച്ചുകൊള്ളും. എങ്കിൽ പോകാം. അതാ രാപക്ഷി ചിലക്കുന്നു. പഴയ നിലയിലാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നുകൂടായിരുന്നു. ഗന്ധർവയാമം അവസാനിച്ചു. അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവളെ വിശ്വസിച്ചുകൊണ്ട് വിശ്വനാഥൻ നടന്നു. അവൾ പിന്നാലെയും. പടിപ്പുര വാതിൽ കടന്ന് മുറ്റത്ത് ചെന്നു. ഇല്ലത്ത് അമ്മയും സഹോദരിയും ഉറങ്ങിക്കഴിഞ്ഞു. വിശ്വനാഥൻ എവിടെയോ അകലെ പോയി കാണുമെന്ന് അവർ വിചാരിച്ചു. ചില അവസരങ്ങളിൽ അങ്ങനെ പറയാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ആരെയും വിളിക്കണ്ട. ഞാൻ വടക്കിനിയിലെ ഒരു മുറിയിൽ കിടന്നുകൊള്ളാം. രാവിലെ കണ്ടാൽ മതി, അവൾ പറഞ്ഞു. വിശ്വനാഥൻ അത് സമ്മതിച്ചു. തെക്കിനിയിൽ പോയി കിടന്നു. അല്പം വൈകിയാണ് വിശ്വനാഥൻ ഉണർന്നത്. അപ്പോൾ അമ്മയുടെയും മറ്റും സംസാരം കേട്ടു. എന്താണെന്നറിയാൻ വിശ്വനാഥൻ അങ്ങോട്ട് ചെന്നു. മോനെ വിശ്വ, നീ ഈ കുട്ടിയെ കണ്ടോ? ഇന്നലെ രാത്രി ഇവിടെ വന്ന് വരാന്തയിൽ അന്തിയുറങ്ങുകയായിരുന്നു, അമ്മ പറഞ്ഞു. ദേവപ്രിയയുടെ ബുദ്ധിപൂർവമായ സംസാരത്തിലും പെരുമാറ്റത്തിലും വിശ്വനാഥന് വളരെയധികം സന്തോഷം തോന്നി. ഈ കുട്ടി ഏതാണെന്നറിയോ നീ? അമ്മ ചോദിച്ചു. വിശ്വനാഥൻ ഇല്ലെന്ന മനോഭാവത്തോടെ നിന്നു. അങ്ങേ മലയടിവാരത്തിലെ കാവിലെയാണ്. അച്ഛൻ ഈ ലോകം വിട്ടുപോയി. പാവം തനിച്ചായി. ഈ സമയം ദേവപ്രിയ താൻ പണി പറ്റിച്ചെന്ന മുഖഭാവത്തോടെ വിശ്വനാഥനെ നോക്കി. അയാൾക്കും സന്തോഷമായി. രാത്രി താൻ കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി മോള് പോയി കുളിച്ച് ഇവിടുന്ന് തരുന്ന വസ്ത്രം മാറ്, അമ്മ പറഞ്ഞു. എവിടെയാ അമ്മേ കുളം? അവൾ ചോദിച്ചു. ഇല്ലത്തിന്റെ തെക്ക് വശത്ത്. മോളെ ശാരികെ, ആ കുളം കാട്ടിക്കൊടുക്ക്. കൂടെ നീയും കുളിച്ചുവാ, അമ്മ പറഞ്ഞു. വിശ്വനാഥന് സന്തോഷമായി. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? അമ്മ വിശ്വനോട് ചോദിച്ചു. അതിനെന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ മനസ്സുകൊണ്ട് ഭഗവതിയെ ഓർമ്മിച്ചു. തൽക്കാലം ഒരു കള്ളം പറയാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ കൂടെ പഠിച്ച ഒരു സ്നേഹിതന്റെ വീട്ടിൽ പോയി സംസാരിച്ചു. സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ അവിടങ്ങ് കൂടിയിരിക്കും അല്ലേ? അമ്മ ബാക്കി പറഞ്ഞു. അതേമ്മേ. ശരി, നിർമ്മാല്യ പൂജയ്ക്ക് പോകണ്ടേ? സമയമായില്ല. അവർ കുളി കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് ഞാനും കുളിക്കാം. വിശ്വനാഥൻ അപ്പോൾ തോന്നിയ കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു. ഈ സമയം ദേവപ്രിയയും ശാരികയും കുളി കഴിഞ്ഞെത്തി. അപ്പോൾ അവിശ്വസനീയമായ ഒരു സംഭവമുണ്ടായി. ശാരിക 2 കൈകൊണ്ട് തലമുടി
വിതറിയിട്ടുകൊണ്ടാണ് വരുന്നത്. എന്താ മോളെ ഇത്? അമ്മ ദേവകി അന്തർജനത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ തലമുടി കെട്ടാൻ പോവുകയാ. അവൾ വിതിർത്ത് കിടന്ന മുടി പിന്നിൽ വെച്ച് കെട്ടി. ധാരാളം മുടിയുണ്ടവൾക്ക്. അതൊന്നുമല്ല അമ്മയെ അത്ഭുതപ്പെടുത്തിയത്. അവൾ ഇരു കൈകളും കൊണ്ട് മുടി നിവർത്തി. അതിനുശേഷം മുട്ടുവരെ നീണ്ടുകിടന്ന മുടി ഉയർത്തി ഒരു തരത്തിൽ ഒതുക്കി വെച്ച് കെട്ടി. ഇതെങ്ങനെ സാധിച്ചു? അമ്മ അടുത്തു ചെന്ന് അവളുടെ ഇടതു കൈയിൽ പിടിച്ചു. ആ കൈ മുകളിലേക്കും താഴേക്കും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തു. കൈമുട്ടിനും വിരലുകൾക്കും യാതൊരു കുഴപ്പവുമില്ല. ഒരിക്കലും വഴങ്ങാതെ കീഴ്പോട്ട് മാത്രം ഞാന്നു കിടന്ന കരമാണ്. ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. പല ചികിത്സകളും നോക്കിയിട്ടും കരം വഴങ്ങാതെ താഴോട്ട് മാത്രം നീണ്ടുകിടന്നു. വിരലുകൾ പോലും ചലിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതാ കൈ സാധാരണ രീതിയിൽ ആയിരിക്കുന്നു. ദേവകി അന്തർജനത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൾ ശാരികയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ആ കരം മുട്ടുമടക്കി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തു. ഇപ്പോൾ സാധാരണ രീതിയിൽ ആയിരിക്കുന്നു. മോളെ ദേവപ്രിയെ, ഇവളുടെ കൈ ഇതുപോലെ നല്ല രീതിയിൽ എങ്ങനെയായി? അമ്മ തിരക്കി. എനിക്കറിഞ്ഞുകൂടാ. മുടി കെട്ടി വയ്ക്കാതിരിക്കുന്നത് കണ്ട് ഞാൻ കൈപിടിച്ച് ചോദിച്ചു, അത്രമാത്രം. ദേവപ്രിയ മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവകി അന്തർജനത്തിന്റെ മനസ്സിൽ പിടികിട്ടാത്ത ഒരു ചോദ്യചിഹ്നം ഉയർന്നു വന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ജന്മനാൽ സ്വാധീനമില്ലാതെ കിടന്ന കൈയാണ് ഇത്ര പെട്ടെന്ന് സുഖമായത്. എത്രമാത്രം ചികിത്സകൾ ചെയ്തു. വളരെ പ്രശസ്തരായ വൈദ്യന്മാരെ കൊണ്ട് പരിശോധിച്ചു. അവർ തിരുമ്മി നോക്കി. ദിവസങ്ങളോളം കൈ ചികിത്സിച്ചു. എന്നിട്ടും ഭേദമാകാത്ത കരമാണ് അടുത്തു നിൽക്കുന്ന ദേവപ്രിയെ സ്പർശിച്ചപ്പോൾ സുഖമായത്. ഇതിൽ എന്തെങ്കിലും അത്ഭുതം അറിഞ്ഞിരിപ്പുണ്ടോ? അതോ യാദൃച്ഛികമായി സംഭവിച്ചതാണോ? ദേവപ്രിയയോട് എന്തെങ്കിലും ചോദിക്കാൻ ഒരു വല്ലായ്മ അവർക്ക് അനുഭവപ്പെട്ടു. എന്തിനും മകനോട് പറഞ്ഞു നോക്കാം എന്നവർ ഒടുവിൽ തീരുമാനിച്ചു. ഈ സമയം വിശ്വനാഥൻ കുളിക്കടവിലേക്ക് പോയിക്കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ വരികയും ചെയ്തു. ക്ഷേത്രത്തിൽ പോയി നിർമാല്യ പൂജ നടത്തേണ്ടതാണ്. ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കാവ് ആണത്. ശക്തി കത്തി നിൽക്കുന്ന ദേവിയാണ് പ്രതിഷ്ഠ. പലപ്പോഴും ശാരിക ദേവിയോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം മനസ്സിൽ ദേവി മന്ത്രിക്കുന്നത് പോലെ കേൾക്കും. സമയമായില്ല, സമയമാകുമ്പോൾ ശരിയാകും. ഇപ്പോൾ ഇതാ ദേവിയുടെ അനുഗ്രഹം കൈവന്നിരിക്കുന്നു. ദേവപ്രിയയിൽ കൂടി ദേവി ശാരികയെ സുഖപ്പെടുത്തിയിരിക്കുന്നു. മോനെ വിശ്വ, നീ ഇത് കണ്ടോ? അമ്മ സന്തോഷത്തോടെ ചോദിച്ചു. എന്ത്? ഇതാ ശാരികയുടെ കൈ നേരെയായിരിക്കുന്നു. നിർമാല്യ പൂജയ്ക്ക് പോകേണ്ടതല്ലേ? അതുകൊണ്ട് കയ്യിലൊന്നും പിടിച്ചു നോക്കിയില്ല വിശ്വനാഥൻ. ഭാഗ്യം നിന്നെ കടാക്ഷിച്ചു. ഇത്രയും പറഞ്ഞ് ദേവപ്രിയയെ നോക്കി. അവൾ നേരിയ തോതിൽ ഒന്ന് പുഞ്ചിരിച്ചു. അത്രമാത്രം. വിശ്വനാഥൻ ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നാലെ ശാരികയും ദേവപ്രിയയും പോയി. കുറെ ആളുകൾ നിർമാല്യം തൊഴാൻ വന്നിരുന്നു. ദേവപ്രിയ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി. ദേവി അവളെ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾക്കും അത് മനസ്സിലായി. കാരണം ശാരികയുടെ കയ്യിൽ പിടിക്കുന്ന അവസരത്തിൽ ഒരു ശക്തി തന്നെ ആവേശിച്ചിരുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. ആ ശക്തി ദേവി തന്നെയായിരുന്നുവെന്ന് അവൾക്ക് നിശ്ചയമുണ്ട്. ദേവപ്രിയ ഇപ്പോൾ മനുഷ്യജന്മം എടുത്തിരിക്കുകയാണ്. അതും ദേവിയുടെ കനിവ് കൊണ്ടാണ്. ഇല്ലത്തിന്റെ പടിയിറങ്ങുമ്പോൾ ദേവകി അന്തർജനം നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിൽ നാളുകളായി കെട്ടിക്കിടക്കുന്ന വേദന മാറിയിരിക്കുന്നു. കാരണം മകളുടെ കുഴപ്പം മാറിയിരിക്കുന്നു. ഇന്ന് അവൾക്ക് കാവിൽ പോയി തൊഴുതു വരാം. ആരും അവളെ സൂക്ഷിച്ചു നോക്കില്ല. അവൾ കാവിൽ പോകാറേയില്ലായിരുന്നു. അംഗവൈകല്യം വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതേസമയം അവൾ ദിവസവും പോയിരുന്നെങ്കിൽ ദേവി അനുഗ്രഹിച്ചേനെ. പക്ഷെ പോയില്ല. ഇപ്പോൾ ദേവി തങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവളുടെ കൈയുടെ കുഴപ്പം മാറിയിരിക്കുന്നു. ദേവപ്രിയയ്ക്കും അതിന്റെ രഹസ്യം അറിഞ്ഞുകൂടായിരുന്നു. അവൾ ശാരികയുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഏതോ അദൃശ്യമായ ഒരു ശക്തി അവളുടെ ശരീരത്തിൽ കയറിയിരുന്നു. ഞങ്ങൾ കാവിൽ പോയി. പലരും ദേവപ്രിയയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു, ശാരിക പറഞ്ഞു. ശരിയായിരിക്കും. അവരൊക്കെ ദേവപ്രിയയെ ആദ്യം കാണുകയല്ലേ? അടുത്ത ദിവസവും പതിവ് പോലെ ദീപാരാധന തൊഴാൻ അവർ ഇരുവരും പോയി. ഈ അവസരത്തിൽ മറ്റൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ നാട്ടിൽ ആരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു, ശങ്കരൻ നമ്പൂതിരി. അദ്ദേഹം തന്റെ ഇല്ലത്തിന്റെ തെക്ക് വശത്ത് സ്വന്തമായി ഒരു കാവ് സൃഷ്ടിച്ചിരുന്നു. അവിടെ പൂജിച്ചിരുന്ന ശക്തികൾ സാധാരണക്കാരല്ലായിരുന്നു. എല്ലാം തന്നെ ദുഷ്ടശക്തികൾ ആയിരുന്നു. അവിടെ ജന്തുക്കളെയും മറ്റും ബലി കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറക്കാർ മനുഷ്യബലികളും നടത്താറുണ്ടായിരുന്നുവെന്ന് കേൾവിയുണ്ട്.
അപൂർവം ചില അവസരങ്ങളിൽ അദ്ദേഹം കാവിൽ പോകാറുണ്ടായിരുന്നു. അതിന്റെ ഉദ്ദേശം മറ്റൊന്നായി. വിശ്വനാഥൻ നമ്പൂതിരിയുടെ കാവിന്റെ പിൻഭാഗത്ത് ഒരു ആൽവൃക്ഷമുണ്ട്. അവിടെ രക്ഷസുകളെയും യക്ഷികളെയും ആവാഹിച്ചു കൊണ്ടുപോയി തറയ്ക്കാറുണ്ട്. അവയിൽ ചിലതിനെ ശങ്കരൻ നമ്പൂതിരി അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് തന്റെ കോവിലിൽ പ്രതിഷ്ഠിക്കുമായിരുന്നു. ആരും ഇല്ലാത്ത അവസരങ്ങളിലാണ് അദ്ദേഹം പോവുക പതിവ്. ഈ അടുത്ത നാളിൽ അർദ്ധരാത്രി ശങ്കരൻ നമ്പൂതിരി അവിടെ പോയി. നിലാവുള്ള രാത്രിയായിരുന്നു. അവിടെ അപൂർവമായി സംശയിപ്പിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. രക്ഷസുകളെയും മറ്റും തറച്ചിരിക്കുന്ന ആലിന്റെ ഒരു ഭാഗം ഇളകിപ്പോയിരിക്കുന്നത് കണ്ണിൽപ്പെട്ടു. തീപ്പെട്ടി ഉരച്ചു നോക്കി. അതിൽ ഒരു ദ്വാരവും കണ്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ പലതും രൂപം കൊണ്ടു. ഏതോ ഒരു രക്ഷസിനെ തറച്ചിരുന്ന ആണിക്കോലാണ് ഇളകിപ്പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു രക്ഷസ് രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ഇവിടെയെങ്ങാനും കാണുമായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് തനിക്കൊരു ഭീഷണിയായിരിക്കുമെന്ന് ശങ്കരൻ നമ്പൂതിരി ഉറപ്പിച്ചു. ഇവിടെ എവിടെയെങ്കിലും അവൾ വിലസുന്നുണ്ട്. മാന്ത്രികൻ ശങ്കരൻ നമ്പൂതിരിക്ക് മറ്റൊരു ഭയം കൂടി ഹൃദയത്തിൽ കടന്നു വന്നു. താൻ ആണിയിൽ ആവാഹിച്ചു തറച്ച അവൾ രുദ്രയക്ഷിയല്ലായിരുന്നു. അവൾ ഒരു ദേവയക്ഷിയായിരുന്നു. യാദർച്ഛികമായി അവൾ കാവിൽ ഏതോ ഗന്ധർവയാമത്തിൽ വരികയും അവിടെ ദേവിയുടെ പ്രീതിക്കായി നൃത്തം ചെയ്യുകയും പതിവായിരുന്നു. അങ്ങനെ ദേവപ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു ദോഷമായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗന്ധർവയാമത്തിൽ അവളെ ആവാഹിച്ച് ആണിയിലാക്കി ആൽവൃക്ഷത്തിൽ തറച്ചത്. ഇപ്രകാരം അവൾ രക്ഷപ്പെടുമെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ അവൾ ആൽവൃക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി അവൾ തനിക്കെതിരായി നീങ്ങിയേക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവളെ വീണ്ടും പിടികൂടി ശരിക്ക് തറച്ചേ മതിയാവൂ എന്ന് അയാൾ തീരുമാനിച്ചു. പക്ഷേ അവൾ എവിടെയാണ്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വിധത്തിലായിരുന്നു. ദേവപ്രിയയെ ശങ്കരൻ നമ്പൂതിരി ആലിൽ തറച്ച വിവരം ദേവി മനസ്സിലാക്കി. ശക്തിയായ ഒരു ഇടിക്കുലുക്കത്തിൽ അത്രയും ഭാഗം ദേവി തന്നെ തൂക്കിക്കളഞ്ഞു. അതിനുശേഷം അവൾക്ക് മനുഷ്യജന്മം നൽകി. മാത്രമല്ല, വിശ്വനാഥനും ഒരു ജന്മത്തിൽ ഇന്ദ്രസദസ്സിലെ ഗായകൻ ആയിരുന്നുവെന്ന് ദേവിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ട് അയാളോടൊപ്പം അവൾ കഴിയട്ടെ എന്ന് ദേവി തീരുമാനിച്ചു. ഈ വിവരമൊന്നും ശങ്കരൻ നമ്പൂതിരിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരിക്കൽ സന്ദർഭവശാൽ അയാളുടെ സവിധത്തിൽ ദേവപ്രിയ കടന്നു വന്നു. അവളെ ഇങ്ങനെ വിട്ടാൽ തന്റെ ശക്തി കെടാനും തന്റെ ഇപ്പോഴത്തെ ജോലിയെ തന്നെ ബാധിക്കുമെന്നും അയാൾ കരുതി. അതുകൊണ്ട് അവളെ ഈ നാട്ടിൽ നിന്ന് തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ കടത്തണമെന്ന് അയാൾ തീരുമാനിച്ചു. അതനുസരിച്ച് ഒരു നാൾ ഗന്ധർവയാമം അവസാനിക്കാറായപ്പോൾ അവളെ ഗൂഢമായി പിടികൂടി ഏലസിൽ ആക്കി ആണിയിൽ തറയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയിരിക്കെയാണ് ഇടിവെട്ടി ആലിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണത്. അപ്പോൾ ഏലസ് താഴത്തെ കല്ലിൽ വീണു. ഏലസ് തുറക്കുകയും അവൾ രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ അവൾക്ക് മനുഷ്യജന്മം കൈവരിക്കയായിരുന്നു. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് അയാൾ ഊഹിച്ചു. അതുകൊണ്ട് തന്നെ അവളെ ഏതു പ്രകാരമെങ്കിലും പിടികൂടണമെന്ന് അയാൾ തീരുമാനിച്ചു. അന്ന് തന്നെ അയാൾ തന്റെ വാസസ്ഥലത്തേക്ക് ചെന്ന് പ്രശ്നം വയ്ക്കാൻ തീരുമാനിച്ചു. പ്രശ്നത്തിൽ അവൾ തെളിയുമെന്നും ഇപ്പോൾ അവൾ എവിടെ കാണുമെന്നും കണ്ടെത്താൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. ശങ്കരൻ നമ്പൂതിരി വളരെ നേരത്തെ തന്നെ ഇല്ലത്ത് ചെന്നു. അതിനുശേഷം കുളത്തിൽ പോയി കുളിച്ചു വന്നു. ചാവടിയിൽ കയറി അവിടെ ഇരുന്നാണ് പ്രധാന കാര്യങ്ങൾ ചെയ്യുക. ചുവരിൽ തൂക്കിയിരുന്ന സഞ്ചി എടുത്തു. അതിനുശേഷം രാശിപ്പലക എടുത്തു വെച്ചു. രാശിപ്പലകയിൽ ശംഖും മറ്റും യഥാസ്ഥാനങ്ങളിൽ വെച്ചു. കവടിയെടുത്ത് മന്ത്രം ചൊല്ലി വെച്ചു. പകത്ത് ശിഷ്ടം കണ്ടു. അപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ശങ്കരൻ നമ്പൂതിരി അറിയാതെ ഞെട്ടിപ്പോയി. മാറ്റിവെച്ച കവടികളിൽ ഒന്ന് ചലിക്കുന്നു. ഹോ! അറിയാതെ അദ്ദേഹം ശബ്ദിച്ചുപോയി. അതാ വീണ്ടും പിന്നാലെ മറ്റൊന്നുകൂടി ചലിക്കുന്നു. എന്താണിത്? ശങ്കരൻ നമ്പൂതിരി അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. അതാ വീണ്ടും ഒന്നിനു പിന്നാലെ അവ ചലിച്ച് വേറെയാവുന്നു. ഒടുവിൽ പാമ്പ് ഇഴയുന്നത് പോലെ മുന്നോട്ട് ചലിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. പെട്ടെന്ന് അത് സംഭവിച്ചു. 7 കവടികൾ നിരനിരയായി വന്ന് ഒറ്റ കുതിപ്പിന് മേൽപോട്ട് ചലിച്ച് മുകളിലേക്ക് ഉയർന്നു. അവിടം കൊണ്ടും തീർന്നില്ല. അവ അന്തരീക്ഷത്തിൽ കൂടി പറന്ന് മുന്നോട്ടു പോയി അപ്രത്യക്ഷമായി. ശങ്കരൻ നമ്പൂതിരിയുടെ മനസ്സ് വല്ലാതെയായി. തന്റെ ജീവിതത്തിൽ എത്രയോ തവണ ഇതുപോലെ കവടി നിരത്തിയിരിക്കുന്നു. ഇത്ര ഭീകരമായ ഒരു സംഭവം ആദ്യമായിട്ട് അനുഭവപ്പെടുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ മഹാമാന്ത്രികനായ ശങ്കരൻ നമ്പൂതിരി മാറിൽ ഇരുകൈകളും അമർത്തി ഇരുന്നു പോയി. ഏതായാലും താൻ അത്ര ഭീരുവൊന്നുമല്ലല്ലോ.
ശങ്കരൻ നമ്പൂതിരി ആത്മഗതം ചെയ്തു. അതിനുശേഷം കവടി വാരി ഇട്ട ശേഷം അതിനു മുകളിൽ കൈ അമർത്തി കറക്കി. പെട്ടെന്ന് കൈ ഉയർത്തിപ്പോയി. കാരണം സൂചികൾ കുത്തിക്കയറുന്നത് പോലെ ശങ്കരൻ നമ്പൂതിരിക്ക് തോന്നിപ്പോയി. ഇത്തരത്തിൽ ഒരു അനുഭവം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. എന്തെല്ലാം തരത്തിലുള്ള പൈശാചിക പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു, അവയൊക്കെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ മാത്രം ഒരിക്കലും സംഭവിക്കാത്ത ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഇല്ലത്ത് ദേവകി അന്തർജനവും മകൾ ശാരികയും അടുക്കളയിലാണ്. അവർ ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിൽ. വിശ്വനാഥൻ ഇപ്പോൾ വരും. ഇടയ്ക്ക് അയാൾ പട്ടണത്തിൽ പോകും. കാവിലേക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു വരണം. അതിന് പ്രത്യേക ആളുണ്ട്. എങ്കിലും ചിലപ്പോൾ അദ്ദേഹം തന്നെ പോകും. മോളെ, ആ കുട്ടി എന്തെടുക്കയാ? കാണുന്നില്ലല്ലോ. അമ്മ ദേവപ്രിയയെക്കുറിച്ചാണ് പറഞ്ഞത്. ഉടനെ ശാരിക വടക്കിനിയിലേക്ക് ചെന്നു. എവിടെ പോയിരിക്കാനാണ് സാധ്യത? ശാരിക ചിന്തിച്ചു. അകത്തളത്തിൽ എങ്ങുമില്ല. മുറ്റത്ത് തുളസിത്തറയുടെ അടുത്തും കാണുന്നില്ല. ചിലപ്പോൾ തുളസിത്തറ വൃത്തിയാക്കുക പതിവാണ്. ചുറ്റും പായലും മറ്റും പിടിച്ചിരിക്കും. സാധാരണ അത് ചെയ്യുന്നത് ശാരികയുടെ ജോലിയാണ്. എന്നാൽ ദേവപ്രിയ വന്നത് മുതൽ അവളാണ് അത് ചെയ്യുക. അതൊക്കെ അവൾക്കിഷ്ടമാണ്. അതുപോലെ സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുക, അറവാതിൽക്കൽ നിലവിളക്ക് കൊളുത്തുക, ഇതൊക്കെ ദേവപ്രിയ ഏറ്റെടുത്തു. എങ്ങും ദേവപ്രിയയെ കാണാനില്ല. അവൾ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം നോക്കി. ഇനി തെക്ക് വശത്ത് കുളത്തിൽ നോക്കിക്കളയാം എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് നടന്നു. അവിടെ ചെന്നപ്പോൾ കുളത്തിൽ ഇറങ്ങി ദേവപ്രിയ മുങ്ങിക്കിടക്കുന്നത് കണ്ടു. ഇതെന്തു കുളി? ശാരിക ചിന്തിച്ചു. ഇടയ്ക്കിടെ അവൾ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവളെ കണ്ടു കഴിഞ്ഞല്ലോ എന്ന് സമാധാനിച്ച് തിരികെ പോന്നു. മുറ്റത്തപ്പോൾ ദേവകി അന്തർജനം അങ്ങുമിങ്ങും നോക്കുന്നത് കണ്ടു. എവിടെ ദേവപ്രിയ? അന്തർജനം ചോദിച്ചു. അതാ അവിടെയുണ്ട്. കുളത്തിൽ മുങ്ങി കുളിക്കുകയാണ്. ഹോ, എന്റെ ദേവി, ഞാൻ എവിടെയെല്ലാം തെരഞ്ഞു. അല്ലേ അവൾക്ക് കുളിക്കാൻ കണ്ട സമയം? അമ്മ സമാധാനത്തോടെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം തനിക്ക് പറ്റിയ തോൽവിയെക്കുറിച്ച് ചിന്തിച്ച് മാന്ത്രികൻ അവിടെ നിന്ന് എണീറ്റ് തന്റെ വാസസ്ഥലത്തേക്ക് പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ് ഇത് തനിക്കുണ്ടായിരിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാനാകുന്നില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. എത്രയെത്ര മാന്ത്രിക പ്രവർത്തികൾ ചെയ്തിരിക്കുന്നു. തന്റെ പിതാവ് ഒരു മാന്ത്രികനായിരുന്നു. അദ്ദേഹം മനുഷ്യനൊഴികെ മറ്റു പല ജന്തുക്കളെയും തങ്ങളുടെ ഇഷ്ടദേവതകൾക്ക് ബലി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കൂറ്റൻ കാളകളെ വരെ കഴുത്തു വെട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ അറിയില്ലെന്നും അതുകൊണ്ട് പിതാവ് പലതും നേടിയിട്ടുണ്ടെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കാലത്ത് ആ നാട്ടിലെ പേരുകേട്ട ഒരു മാന്ത്രികനായിരുന്നു പിതാവ്. ഇവിടെ മാന്ത്രികം നടത്തി ജന്തുക്കളെ കൊലപ്പെടുത്തിയാൽ അപ്പുറത്ത് ആർക്കു വേണ്ടി ചെയ്യുന്നുവോ അയാൾ മരണപ്പെട്ടിരിക്കും. അതൊക്കെ സ്വയത്തമാക്കിയിരിക്കുകയാണ് ശങ്കരൻ നമ്പൂതിരി. അത്തരത്തിൽ ഒന്ന് ചെയ്തു. താൻ തറച്ചതിൽ നിന്ന് രക്ഷപ്പെട്ട യക്ഷിയെ നശിപ്പിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ താൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവൾ തെന്നിമാറുകയാണ് ചെയ്തത്. ഏതു വിധേനയും അവളെ തകർക്കണം എന്ന് മാന്ത്രികൻ ഉറച്ചു. ഈ അവസരത്തിൽ ദേവപ്രിയ കുളത്തിൽ നിന്ന് കര കയറി ഇല്ലത്ത് വന്നു. എന്താ മോളെ ഈ സമയത്ത് കുളിക്കാൻ പോയത്? ദേവകി അന്തർജനം ചോദിച്ചു. വലിയ ഉഷ്ണം തോന്നി. ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ. അവൾ മറുപടി കൊടുത്തു. അതിനുശേഷം തല തോർത്തിക്കൊണ്ട് അകത്തളത്തിലേക്ക് കയറി വടക്കിനിയിലെ തന്റെ മുറിയിൽ കടന്നു. അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ ആ മാന്ത്രികനെ കുറിച്ചായിരുന്നു ചിന്ത. അയാൾ തന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി അയാൾ എന്തു ചെയ്യാനും മടിക്കില്ലെന്ന് അവൾക്കറിയാം. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറെ മൂലയിൽ പഴയ ചുവരോട് ചേർന്ന് നിലകൊള്ളുന്ന യക്ഷിപ്പാലയിൽ അയാൾ പല യക്ഷികളെയും തറച്ചിട്ടുണ്ട്. അവർക്കൊന്നും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുമില്ല. ഏതോ ഒരു ഭാഗ്യം കൊണ്ടാണ് താൻ ആൽമരത്തിൽ തറച്ചിരുന്ന ആണി ഇളകി വീണ് രക്ഷപ്പെട്ടത്. ഇനിയും അയാൾ അതിനെ ശ്രമിക്കാതിരിക്കുകയില്ലെന്ന് ദേവപ്രിയയ്ക്കും അറിയാം. അന്ന് ദീപാരാധനയ്ക്ക് അവളും ശാരികയും ഒരുമിച്ചാണ് പോയത്. അന്ന് കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ചിലരൊക്കെ രഹസ്യമായി പറഞ്ഞത് ശാരികയുടെ വൈകല്യം മാറിയത് ദേവിയുടെ കൃപ കൊണ്ടാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. കൂടാതെ ശാരികയുടെ കൂടെ കണ്ട ദേവപ്രിയയെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ അതിസുന്ദരിയായ ഒരു തരുണിയെ ആ പ്രദേശത്തൊന്നും അവർ കണ്ടിട്ടില്ലായിരുന്നു. വിശ്വനാഥൻ നമ്പൂതിരിയുടെ ഏതോ ബന്ധത്തിലുള്ള കുട്ടിയായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ദീപാരാധന കഴിഞ്ഞാലും ആളുകൾ അവിടെ പറ്റിക്കൂടി നിന്ന് അവളെ ശ്രദ്ധിക്കുമായിരുന്നു.
അത്രമാത്രം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ അവർ ഒരിക്കലും കണ്ടിട്ടില്ല. അവളുടെ തലമുടി പിന്നിൽ ചിതറി കാൽമുട്ട് വരെ കിടന്നിരുന്നു. അതിൽ നടുക്ക് കെട്ടിയിരുന്ന മുടിയിഴകളിൽ തൂങ്ങിക്കിടന്ന മുല്ലപ്പൂക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തോന്നിക്കുമായിരുന്നു. അന്ന് ദീപാരാധനയ്ക്ക് അവൾ പോയപ്പോൾ ദേവകി അന്തർജനത്തിന്റെ ബന്ധത്തിലുള്ള രണ്ടുപേർ ഇല്ലത്ത് വന്നിരുന്നു. അന്തർജനത്തിന്റെ അമ്മാവനും അദ്ദേഹത്തിന്റെ ഭാര്യയും ആയിരുന്നവർ. അമ്മാവന് 80 വയസ്സിനടുത്ത് വരും. ആൾ അവരുടെ ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ്. മാത്രമല്ല ആളൊരു പ്രശ്നക്കാരനും മന്ത്രവാദത്തിൽ അല്പസ്വല്പം അറിവുമുള്ള ആളുമാണ്. ആ നാട്ടിലെ പല കാര്യങ്ങൾക്കും പ്രശ്നവിധി പറയുന്ന ആളാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരി. ആളുകൾ അദ്ദേഹത്തെ ആദരവോടും ഉള്ളിൽ അല്പം ഭീതിയോടും ആണ് ഉറ്റുനോക്കിയിരുന്നത്. മോളെവിടെ? അദ്ദേഹം മരുമകളോട് തിരക്കി. അവർ കാവിൽ ദീപാരാധന തൊഴാൻ പോയി. അവരോ? അതാരാണ് അവരെന്ന് പറയാൻ? സംശയത്തോടെ അദ്ദേഹം ചോദിച്ചു. അതോ, അതൊരു കഥ പോലെയാണ്, ദേവകി അന്തർജനം പറഞ്ഞു. അതെന്താ കഥ? രസമുള്ളതാണോ? ബ്രഹ്മദത്തൻ നമ്പൂതിരി ചോദിച്ചു. ഏതാണ്ടൊരു കഥ തന്നെ. പിന്നെ മറ്റൊരു വിശേഷം, മകളുടെ കൈ ശരിയായി, അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. എന്ത്? ജന്മനാൽ ഇരുന്ന ആ കൈ ശരിയായെന്നോ? വളരെ വിചിത്രം തന്നെ. ബ്രഹ്മദത്തന് അതിശയമായി. എന്താണെന്നറിഞ്ഞുകൂടാ. നമ്മുടെ ശാരികയും ദേവപ്രിയയും കൂടി കുളത്തിൽ കുളിക്കാൻ പോയിട്ട് തിരികെ വന്നത് അവൾ 2 കൈകളും കൊണ്ട് തലമുടി കോതിക്കൊണ്ടാണ്. ഹോ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കൂട്ടുകാരിയെ എനിക്കൊന്ന് കാണാൻ തരപ്പെടുമോ? അദ്ദേഹം ചോദിച്ചു. അതിനെന്താ, കാണാമല്ലോ. ദീപാരാധന കഴിഞ്ഞു വരട്ടെ, അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ഈ സമയം കാവിൽ ദീപാരാധനയ്ക്കുള്ള മണിയൊച്ച കേട്ടു. ബ്രഹ്മദത്തൻ എണീറ്റ് നിന്നു. അല്പസമയം കഴിഞ്ഞിരുന്നു. കണ്ണുകൾ പടിപ്പുര വാതിൽ ലക്ഷ്യം വെച്ച് അവരെ കാത്തിരുന്നു. ആ സമയം ശാരികയും ദേവപ്രിയയും കാവിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങുകയായിരുന്നു. ഇന്ന് ആരെങ്കിലും അതിഥികൾ ഇല്ലത്ത് കാണുമായിരിക്കും, ദേവപ്രിയ പറഞ്ഞു. അതെന്താ ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ശാരിക ചോദിച്ചു. അതെന്താണെന്നോ? നമ്മൾ പടിയിറങ്ങാൻ പോകുമ്പോൾ ആലിന്റെ കൊമ്പത്തിരുന്ന് ഒരു കിളി ചിലച്ചു. കൊള്ളാമല്ലോ, ചേച്ചിക്ക് പ്രശ്നവിധികളും അറിയാമല്ലേ? ശാരിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കിളി ചിലച്ചത് കേട്ടില്ലേ? അപ്പോൾ വിരുന്നുകാരാരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. ദേവപ്രിയ മറുപടി കൊടുത്തു. എന്നതാണേലും ചേച്ചി ആളൊരു മാതൃകക്കാരി തന്നെയാ, യാതൊരു സംശയവുമില്ല. ശാരികയ്ക്ക് അങ്ങനെ സന്ദർഭം കൊണ്ട് തോന്നിയതാ ആയിരിക്കാം. എന്തുകൊണ്ടോ എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ വെടിയും പറഞ്ഞ് അവർ ഇല്ലത്തിനടുത്ത് ചെന്നു നിന്നു. പടിപ്പുര വാതിലിൽ ചെന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ബ്രഹ്മദത്തൻ നമ്പൂതിരി ഇരിക്കുന്നത് കണ്ടു. ചേച്ചി പറഞ്ഞത് വളരെ ശരി തന്നെ, വല്യച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, ശാരിക പറഞ്ഞു. വല്യച്ഛനാണോ? നമ്മൾ കാവിൽ പോയപ്പോൾ വന്നതായിരിക്കും. അവർ ഇറങ്ങിച്ചെന്നു. ഇതാരാ കൂടെയുള്ളത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവർ ഇരുവരും അടുത്ത് ചെന്നു. ആഹാ, കൂട്ടുകാരിയെ കിട്ടിയല്ലോ ശാരികയ്ക്ക്. മോളെവിടെയുള്ളതാ? അദ്ദേഹം ചോദിച്ചു. അകലെയുള്ള ഒരില്ലത്തെയാ. ഇപ്പോൾ ആരും തന്നെ ഇല്ല, അന്യം നിന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ബ്രഹ്മദത്തൻ ദേവപ്രിയയെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം ശ്രദ്ധിക്കുന്നത് കണ്ട് ദേവപ്രിയ പെട്ടെന്ന് അകത്തളത്തിലേക്ക് കയറിപ്പോയി. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മനസ്സിൽ ചില സംശയത്തിന്റെ നാമ്പുകൾ കിളിർത്തു. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒരു ചെറിയ മാന്ത്രികനും കൂടിയാണല്ലോ. ഈ പെണ്ണൊരു മനുഷ്യസ്ത്രീ അല്ലല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സ് പിറുപിറുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ വന്നുകൂടി? എന്തായാലും വിശ്വനാഥനോട് ചോദിക്കണമെന്ന് ഉള്ളിൽ കണക്ക് കൂട്ടി. പക്ഷെ എങ്ങനെയാണ് തന്റെ സംശയം വെളിപ്പെടുത്തുക? അതിനൊരു വഴി കണ്ടുപിടിക്കണമല്ലോ. അദ്ദേഹം ആകെ കുഴപ്പത്തിലായി. ഈ സമയം ശാരിക അകത്തുനിന്നും കാപ്പി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അവളുടെ കയ്യിൽ സൂക്ഷിച്ചു നോക്കി. കൈ തിരുമ്മി വശത്താക്കിയതാണോ? അദ്ദേഹം ചോദിച്ചു. അല്ല വല്യച്ഛ, ഇവിടത്തെ ചേച്ചി എന്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഉടനെ നേരെയായി. അവൾ തുറന്നു പറഞ്ഞു. അത് കള്ളം. ചേച്ചി വലിയ തിരുമുകാരിയാണോ? അതല്ല വൈദ്യം പഠിച്ച ആളോ മറ്റോ ആണോ? അതെനിക്കറിഞ്ഞുകൂടാ. ഇങ്ങോട്ടൊന്ന് വിളിക്കാമോ? ഞാനൊന്ന് കാണട്ടെ. എനിക്കാ കുട്ടിയെ കണ്ടപ്പോഴേ വലിയ താല്പര്യം തോന്നി. ബ്രഹ്മദത്തൻ അകത്തേക്ക് നോക്കി പറഞ്ഞു. അതിനെന്താ, വിളിക്കാമല്ലോ. ഇത്രയും പറഞ്ഞ് ശാരിക അകത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ദേവപ്രിയ കൂടെയുണ്ടായിരുന്നു. അവൾ വന്നപാടെ തലകുനിച്ച് നിന്നു. മോടെ പേരെന്താ? ബ്രഹ്മദത്തൻ ചോദിച്ചു. ദേവപ്രിയ, വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു.
എവിടാ മന? അതിനവൾ മറുപടി പറയാതെ പടിപ്പുര വാതിൽക്കലേക്ക് നോക്കി നിന്നു. ഓ, അങ്ങ് കിഴക്കാണല്ലേ? അതെ. അച്ഛനും അമ്മയും? ആരുമില്ല. മറ്റു കുടുംബക്കാർ? അറിയില്ല. അകത്തു പൊയ്ക്കോളൂ, ബ്രഹ്മദത്തൻ പറഞ്ഞു. അത് കേൾക്കാൻ നോക്കി നിന്നതുപോലെ അവൾ പെട്ടെന്ന് അകത്തേക്ക് പൊയ്ക്കളഞ്ഞു. അവൾ പോയി കഴിഞ്ഞ ഉടനെ ബ്രഹ്മദത്തന്റെ കണ്ണുകൾക്ക് താഴെ ചുളിവുകൾ രൂപമെടുത്തു. അയാളുടെ മുഖത്ത് സംശയത്തിന്റെ തിരമാലകൾ ഉയർന്നു. എന്തോ ഒരു പ്രത്യേകത അവളിൽ അദ്ദേഹം ദർശിച്ചു. അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സ് മന്ത്രിച്ചു. എന്തോ ചിലതൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. പക്ഷേ ഈ വീട്ടിൽ വന്ന് അതൊക്കെ എങ്ങനെ പറയും? തന്റെ സംശയങ്ങൾ എപ്രകാരം വെളിപ്പെടുത്തും? അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഇവർ വിശ്വസിക്കുമോ? തന്നെ ഏതു തരത്തിൽ കണക്കാക്കും? അതുകൊണ്ട് തൽക്കാലം തന്റെ മനസ്സിലുള്ളത് അടച്ചുമൂടി വയ്ക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. എങ്കിലും അവളെ ശ്രദ്ധിക്കണമെന്ന് തന്നെ കരുതി. ദേവകി, അദ്ദേഹം വിളിച്ചു. ഉടൻ തന്നെ അന്തർജനം ഓടിവന്നു. എനിക്ക് നിങ്ങളുടെ കാവും പരിസരവുമൊക്കെ ഒന്ന് കാണണം. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അതിനു മുമ്പ് ഒന്ന് കുളിക്കട്ടെ. ശരി, ഞാൻ ഭക്ഷണം തയ്യാറാക്കട്ടെ. ആയിക്കോളൂ. ഇത്രയും പറഞ്ഞ് തെക്ക് വശത്തുള്ള കുളിപ്പുരയിലേക്ക് അദ്ദേഹം പോയി. വളരെ പെട്ടെന്ന് കുളി കഴിഞ്ഞ് ബ്രഹ്മദത്തൻ നമ്പൂതിരി വന്നു. അതിനുശേഷം അദ്ദേഹം പടിപ്പുര കടന്ന് കാവിലേക്ക് പോയി. സന്ധ്യ കഴിഞ്ഞിരുന്നു. കുന്നിൻ മുകളിൽ എത്തിയപ്പോൾ അങ്ങകലെ നിലാവ് സാവധാനം ഉയരുന്നത് കണ്ടു. അവിടെ നിന്ന് ചുറ്റും നോക്കിയപ്പോൾ വല്ലാത്തൊരു സംതൃപ്തി തോന്നി. ചുറ്റും ചക്രവാളം ഭൂമിയെ തടവുന്നത് കാണാം. നേരെ ഇരുൾ വ്യാപിച്ചിരുന്നെങ്കിലും ഒരു മാന്ത്രികൻ കൂടിയായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാവും പരിസരവും വളരെ മനോഹരമായിട്ടാണ് തോന്നിയത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇന്നൊരു പ്രത്യേകത തോന്നി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടമൊക്കെ വളരെ ആനന്ദപ്രദമായിട്ടാണ് അനുഭവപ്പെട്ടത്. വടക്ക് കിഴക്കേ മൂലയിൽ നിലകൊള്ളുന്ന യക്ഷിപ്പാലയിൽ പക്ഷികൾ ഇരുന്ന് ചിലയ്ക്കുന്നുണ്ട്. അതിനടുത്ത് അല്പം മാറിയിട്ടാണ് കൂറ്റൻ ആൽവൃക്ഷത്തിന്റെ സ്ഥാനം. പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്നത് തന്നെ കണ്ടിട്ടാണെന്ന് ബ്രഹ്മദത്തന് തോന്നി. കാരണം ഈ സമയത്ത് അവിടെ ആരും തന്നെ വരാറില്ല. ദീപാരാധന കഴിഞ്ഞ് നടയടച്ചു. വിശ്വനാഥൻ പൊയ്ക്കഴിഞ്ഞിരുന്നു. ഏതായാലും അവിടമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുകയെന്ന് തീരുമാനിച്ച് മുന്നോട്ട് കാൽ വെച്ചു. ആൽ വൃക്ഷത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് നിന്നു. നേരിയ വെളിച്ചത്തിൽ അടിച്ചിരിക്കുന്ന ആണികൾ കണ്ടു. അതിന്റെ ചുവട് ഭാഗത്ത് ഏലസുകളും കൂടാതെ രൂപങ്ങൾ കൊത്തിയ തകിടുകളും ഉണ്ട്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളവയാണ് അവയെന്ന് അദ്ദേഹത്തിന് തോന്നി. താൻ ഇതിനു മുൻപും ഇവിടെ ഇല്ലത്ത് വന്ന സമയം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും അന്ന് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അതൊക്കെ കാണാൻ ഒരാഗ്രഹം തോന്നി. ആൽ വൃക്ഷത്തിന്റെ ചുറ്റും നടന്ന് അവയൊക്കെ ഒന്ന് കണ്ട ശേഷം യക്ഷിപ്പാലയുടെ അടുക്കലേക്ക് ചെന്നു. അതിലും ധാരാളം ആണികൾ അടിച്ചിട്ടുണ്ട്. പലതും നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയാണെന്ന് തോന്നി. ഈ സമയം യക്ഷിപ്പാലയുടെ ചില്ലകളിൽ ഇരുന്ന് പക്ഷികൾ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. തന്നെ കണ്ടിട്ടാണ് അവ ശബ്ദമുണ്ടാക്കുന്നതെന്ന് ബ്രഹ്മദത്തന് തോന്നി. മുകളിലേക്ക് അദ്ദേഹം കൈവീശി കാണിച്ചു. പെട്ടെന്ന് അവ നിശബ്ദമായി. താൻ കൈവീശിയത് ചിലയ്ക്കൽ നിർത്താനാണെന്ന് അവയ്ക്ക് തോന്നിയിട്ടുണ്ടാവണം. അവിടെ നിന്നും വീണ്ടും ആൽച്ചുവട്ടിലേക്ക് വന്നു. അതിന്റെ ചുറ്റും നടന്നു. നടക്കുന്നതിനിടയിൽ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുൾ പരന്നു. പിന്നീടൊന്നും കണ്ടുകൂടായിരുന്നു. നേരിയ കാറ്റ് വീശി. അപ്പോൾ പക്ഷികൾ ചിലയ്ക്കുന്നില്ല. എങ്ങും നിശബ്ദത പരന്നു. ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. പിന്തിരിഞ്ഞ് നടന്നു. അപ്പോൾ ആൽവൃക്ഷത്തിൽ നിന്ന് ഒരു രാപ്പാടി ചിലച്ചു. ബ്രഹ്മദത്തൻ പെട്ടെന്ന് നിന്നു. വെളിച്ചം തീരെ കുറഞ്ഞു. തിരികെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സംശയത്തിന്റെ നിഴൽ പടർന്നു. അതിന്റെ കാരണം ആ പക്ഷി ചിലച്ചതായിരുന്നു. ഈ സമയത്ത് ആരോ അങ്ങോട്ട് വരുന്നത് പോലെ അദ്ദേഹം കണ്ടു. ഏതായാലും തന്നെ വരുന്ന ആൾ കാണേണ്ട എന്ന് കരുതി ആൽവൃക്ഷത്തിന്റെ നിഴലിലേക്ക് മാറി നിന്നു. വരുന്ന ആളും നിഴൽ പറ്റിയാണ് വന്നുകൊണ്ടിരുന്നത്. അയാൾ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ രൂപം ആൽവൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി. ഈ സമയം നിലാവ് കിഴക്കുനിന്ന് അല്പം മുകളിലേക്ക് ഉയർന്നു. ആ പ്രദേശത്തെല്ലാം നിലാവിന്റെ കിരണങ്ങൾ വീശി. ബ്രഹ്മദത്തൻ നമ്പൂതിരി അല്പം പരിഭ്രമിച്ചു. തന്നെ വന്നിരിക്കുന്ന അപരിചിതൻ കാണരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. വന്നയാൾ ആരായിരിക്കുമെന്ന് യാതൊരു രൂപവുമില്ല.
മാത്രമല്ല ആ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിവ് അദ്ദേഹത്തിനില്ലായിരുന്നു. അതുകൊണ്ട് അല്പം കൂടി നിഴലിലേക്ക് മാറി ഇരുളിൽ അലിഞ്ഞു ചേർന്നതുപോലെ നിലകൊണ്ടു. വന്നയാൾ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി അതിനോട് ചേർന്ന് നിന്നു. എന്തിനാണ് അയാൾ ഈ അവസരത്തിൽ വന്നതെന്ന് ബ്രഹ്മദത്തന് യാതൊരു രൂപവുമില്ലായിരുന്നു. ആളെയും പരിചയമില്ല. ഈ അവസരത്തിൽ അയാൾ അല്പം വെളിച്ചത്തിലേക്ക് മാറി. ആ സമയം ഇലകൾക്കിടയിലൂടെ ചന്ദ്രികയുടെ പ്രകാശം വരുന്നുണ്ടായിരുന്നു. 80 കവിഞ്ഞ പ്രായം തോന്നിക്കുന്ന ആളാണ്. താടിയും മീശയും ഉണ്ട്. തലമുടി മുകളിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഒരു മുണ്ടും തോർത്തും മാത്രമാണ് വേഷം. അയാൾ ചുറ്റും നോക്കി. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ പലതവണ ചുറ്റും നിരീക്ഷിച്ച ശേഷം ആൽവൃക്ഷത്തിൽ തറച്ചിരുന്ന ആണികളിൽ ശ്രദ്ധിച്ചു. അതിനുശേഷം തന്റെ കയ്യിലിരുന്ന ഓട്ടുവിളക്കിന്റെ തിരിയിൽ തീപ്പെട്ടി ഉരച്ചു ദീപം തെളിയിച്ചു. അപ്പോൾ ആ സ്ഥലം ബ്രഹ്മദത്തനും കണ്ടു. അയാൾ ഓരോ ആണികളിലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരെണ്ണം ഊരിയെടുത്തു. പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു. ബ്രഹ്മദത്തൻ അന്തം വിട്ടുപോയി. താൻ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു. എവിടെ നിന്നാണ് അവൾ വന്നതെന്ന് നിശ്ചയമില്ല. അതോ ആൽവൃക്ഷത്തിന്റെ മറവിൽ നിന്നാണോ? പെട്ടെന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മനസ്സിൽ മാന്ത്രികത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു. അവിടെ വന്നയാൾ ചില്ലറക്കാരനല്ല. അയാൾ തികച്ചും ഒരു ദുർമന്ത്രവാദി തന്നെ. ആൽവൃക്ഷത്തിൽ ആരോ തറച്ചു വെച്ചിരുന്ന ഒരു യക്ഷിയെ അയാൾ വിടുതൽ ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവൾ സാധാരണക്കാരിയൊന്നുമല്ല. വളരെ ശക്തിമതിയും ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ മടിക്കാത്തവളുമായിരിക്കും എന്ന് നിശ്ചയമാണ്. എന്തിനായിരിക്കും അവളെ മോചിപ്പിച്ചത്? ഏതെങ്കിലും ലക്ഷ്യം അതിന്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടായിരിക്കും. ആരെയോ വലവീശി പിടിക്കാനോ അല്ലെങ്കിൽ തകർക്കാനോ ആയിരിക്കും. ആ മാന്ത്രികനും കാഴ്ചയിൽ മോശമല്ല. ഏതു നിഷ്ഠൂരതയും ചെയ്യുവാൻ മടിക്കുന്ന ആളല്ല എന്നത് തീർച്ച. എന്തിനായിരിക്കും? ബ്രഹ്മദത്തന്റെ മനസ്സിൽ പലതരത്തിലുള്ള വിചാരങ്ങൾ രൂപം കൊണ്ടു. ഒന്നുകിൽ ആരെയെങ്കിലും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അവളെക്കൊണ്ട് എന്തെങ്കിലും അയാൾക്ക് താല്പര്യമുള്ളത് ചെയ്യിക്കാനോ ആയിരിക്കും. യഥാർത്ഥത്തിൽ ശങ്കരൻ നമ്പൂതിരി എന്ന മഹാമാന്ത്രികനായിരുന്നു അത്. താൻ രക്ഷപ്പെടുത്തിയ രക്തയക്ഷി മഹാമോശമല്ലെന്നും അയാൾക്കറിയാം. മോചനം ലഭിച്ചതുകൊണ്ട് അയാൾ പറയുന്നതെന്തും കേൾക്കാനും അനുസരിക്കാനും അവൾ ഒരുക്കമാണെന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ദേവപ്രിയ രക്ഷപ്പെട്ട വിവരം അയാൾ അറിഞ്ഞിരുന്നു. ആൽവൃക്ഷത്തിന്റെ തടിയിൽ നിന്നും ഒരു ഭാഗം അടർന്നു വീണത് അയാൾ ശ്രദ്ധിച്ചിരുന്നു. ആ ഭാഗത്ത് ആണി ഇരുന്നതായും അയാൾക്കറിയാം. പക്ഷേ ആരാണതെന്ന് ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി. അവൾ അപ്പോൾ ദേവപ്രിയ എന്ന യുവതിയായി വിശ്വനാഥന്റെ ഇല്ലത്തിൽ കഴിയുന്നതായും അയാൾ മനസ്സിലാക്കി. അവൾ അവിടെ തുടരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് ദോഷമായി തീരുമെന്ന് അയാൾ ഊഹിച്ചു. ഇപ്പോൾ അവൾ മനുഷ്യജന്മം എടുത്തിരിക്കുകയാണ്. എങ്കിലും അവൾക്ക് ഒരു ദേവയക്ഷിയുടെ എല്ലാവിധ ചെയ്തികളും നിശ്ചയമുണ്ട്. ബ്രഹ്മദത്തൻ നമ്പൂതിരി നിഴലിൽ മറഞ്ഞു നിന്ന് നോക്കി നിൽക്കുമ്പോൾ ശങ്കരൻ നമ്പൂതിരിയും ആ യക്ഷിയും അവിടെ നിന്നും പതുക്കെ പിൻവലിഞ്ഞു. അതിനുശേഷം അവർ കാവിന്റെ പിൻവശത്തു കൂടി നടന്ന് കുന്നിറങ്ങി അപ്രത്യക്ഷരായി. അല്പസമയം കൂടി അവിടെ നിന്ന ശേഷം ബ്രഹ്മദത്തൻ നമ്പൂതിരി അവിടെ നിന്ന് പിൻവലിഞ്ഞു. കാവിന്റെ പടിയിറങ്ങി ഇല്ലത്ത് വന്നു. താൻ ദർശിച്ച വിവരം ആരോടും പറയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. പറഞ്ഞാൽ തന്നെ ആരും അത് വിശ്വസിക്കുകയില്ല. താൻ ഒരു കഥയുണ്ടാക്കി പറയുകയാണെന്ന് കരുതും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ വിവരം ആരെയും അറിയിക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ശങ്കരൻ നമ്പൂതിരി യക്ഷിയെയും കൊണ്ട് തന്റെ വാസസ്ഥലത്തേക്ക് പോയി. ആ പഴക്കം ചെന്ന ഇല്ലത്തെത്തിയപ്പോൾ അടുത്തുള്ള പൈശാചിക ശക്തികൾ നിലകൊള്ളുന്ന ആസ്ഥാനങ്ങൾ അവൾ കണ്ടു. ഇതൊക്കെ നിന്റെ പോലുള്ളവർ വസിക്കുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല, അയാൾ അവളോട് പറഞ്ഞു. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല, അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. നിന്റെ പേരെന്താണ്? അയാൾ തിരക്കി. എന്റെ പേര് ചെമ്പകം എന്നായിരുന്നു. എന്തുകൊണ്ടാണ് നീ ഈ വിധത്തിൽ ആയി തീർന്നതെന്ന് പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ, അയാൾ ആവശ്യപ്പെട്ടു. വരാന്തയിലെ പലകയിൽ അവൾ ഇരുന്നു. ശങ്കരൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി. പ്രകാശം അവളുടെ ശരീരത്തിൽ പതിഞ്ഞു. കാഴ്ചയിൽ അവൾ മോശമല്ലെന്ന് മനസ്സിലായി. അതൊരു കഥയാണ്, അവൾ അകത്തേക്ക് കണ്ണുകൾ അയച്ചുകൊണ്ട് പറഞ്ഞു. എന്താണത്? ഞാനൊന്ന് കേൾക്കട്ടെ. ശങ്കരൻ നമ്പൂതിരി അവൾക്ക് ഇടതുവശത്തായി തൂണിൽ ചാരി നിന്നു. അവൾ തന്റെ പൂർവകാല ചരിത്രം പറയാൻ തുടങ്ങി. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. വളരെ ബുദ്ധിമുട്ടി വളർന്നു. അങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഒരാളുമായി പ്രണയത്തിലായി. അയാൾ എന്നെ ചതിച്ചു. ഞാൻ ഗർഭിണിയായി. എനിക്കൊരു കുഞ്ഞു പിറന്നു. അതിനെ കൊന്നു കുഴിച്ചിട്ടു. അവൾ സാധാരണ മട്ടിലാണ് അത് പറഞ്ഞത്.
അതിനുശേഷം അത് 3 തവണ ആവർത്തിച്ചു. അതിനുശേഷം ഒരു കാഞ്ഞിരമരത്തിൽ തൂങ്ങി മരിച്ചു. അത് കേട്ടപ്പോൾ ശങ്കരൻ നമ്പൂതിരിക്ക് അത്ഭുതം തോന്നി. തന്റെ മുന്നിലിരിക്കുന്നവൾ ഒരു സാധാരണക്കാരി ആയിരുന്നില്ലെന്ന് മനസ്സിലായി. അതോടൊപ്പം ഇവളെ തന്റെ ഇംഗിതത്തിന് വശംവദയാക്കി തന്റെ എതിരാളികളെ ഉന്മൂലനാശം ചെയ്യാൻ കഴിയുമെന്നും ഊഹിച്ചു. ഈ അവസരത്തിൽ വിശ്വനാഥന്റെ മനയിൽ മറ്റു ചില സംഭവങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ദേവപ്രിയയും ശാരികയും വലിയ കൂട്ടാളികളായി മാറിക്കഴിഞ്ഞിരുന്നു. ശാരികയ്ക്ക് എന്താണ് ആഗ്രഹം? ദേവപ്രിയ ചോദിച്ചു. എനിക്ക് ഒരു നൃത്തക്കാരിയാകണം. എന്നിട്ട് നമ്മുടെ കാവിൽ ഉത്സവത്തിന് നൃത്തം ചെയ്യണം. അത്രയുള്ളൂ? നൃത്തം ഞാൻ പഠിപ്പിക്കാം. ദേവപ്രിയ സമ്മതിച്ചു. എങ്കിലിന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് കാവിൽ പോയ ശേഷം വന്നിട്ട് നമുക്ക് തുടങ്ങാം, ദേവപ്രിയ പറഞ്ഞു. അതനുസരിച്ച് അന്ന് വൈകുന്നേരം ഇരുവരും കാവിൽ പോയി. ശാരികയെ സാധാരണ കാവിൽ കാണാറില്ലാത്ത ആളുകൾക്ക് അവളെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം അവൾ ഇരു കൈകളും ചലിപ്പിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിരുന്നില്ല. അവൾ ദുഃഖിതയായി ഒരു കൈ താഴ്ത്തിയിട്ട് വരുന്നതാണ് കണ്ടിട്ടുള്ളത്. പലപ്പോഴും പ്രസാദം വാങ്ങി വളരെ ബുദ്ധിമുട്ടി നെറ്റിയിൽ ചന്ദനം പുരട്ടുകയും മറ്റേ കൈ തൂക്കിയിടുകയും ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇരു കൈകളും നീട്ടി പ്രസാദം വാങ്ങിയ ശേഷം ഒരു കൈവെള്ളയിൽ പ്രസാദം വെച്ചിട്ട് മറ്റേ കൈകൊണ്ട് നെറ്റിയിൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു. അതുകൂടാതെ തലമുടി വിതറിയിട്ട് അതിൽ നടുക്ക് ഒരു കെട്ട് ഇട്ട ശേഷം മുല്ലപ്പൂ വിതറിയിടുന്നത് പോലെ ചൂടുമായിരുന്നു. ഇതു മാത്രമല്ല ആളുകളെ സംശയപ്പെടുത്തിയത്. കൂടെ അതീവ സുന്ദരിയായി മറ്റൊരു യുവതി കൂടി അവളോടൊപ്പം ഉണ്ട്. ആ കുട്ടി ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതിനു മുമ്പ് അവളെ ആരും തന്നെ കണ്ടിട്ടുമില്ലായിരുന്നു. ഒരു പക്ഷേ ബന്ധു ആരെങ്കിലും ആയിരിക്കുമെന്ന് ആളുകൾ കരുതി. ആരായിരിക്കും? പലരും പരസ്പരം പറഞ്ഞു. ദേവപ്രിയ ഇല്ലത്ത് വന്നയുടനെ ശാരികയെ നൃത്തം പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൾ വളരെ നന്നായി അനുകരിക്കും. അതോടൊപ്പം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ദേവപ്രിയയും ശാരികയും കാവിൽ തൊഴാൻ വന്നതോടുകൂടി അടുത്തുള്ള സ്ത്രീകളും കാവിൽ വരാൻ തുടങ്ങി. ഇപ്പോൾ വൈകുന്നേരമാവുമ്പോൾ കുറഞ്ഞത് 60-മേൽ ആളുകൾ വരാൻ തുടങ്ങി. കാണിക്കയും കാവിന് കൂടി വന്നു. പുഷ്പാഞ്ജലിയും മറ്റും കൂടുതൽ ആളുകൾ നടത്തുവാൻ ആരംഭിച്ചു. അതുവരെ സാമ്പത്തികമായി തളർന്നു കിടന്ന കാവിന്റെ സ്ഥിതി മാറി. ഓരോ ദിവസവും ആളുകൾ കൂടി വന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ പുരുഷന്മാരും ഏറെപ്പേർ വരാൻ തുടങ്ങി. അതോടൊപ്പം ഒരു കമ്മിറ്റി കാവിനുണ്ടായി. ഒരു ദിവസം എല്ലാവരും കൂടി കാവിന്റെ പരിസരമെല്ലാം വൃത്തിയാക്കി. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അതിലൊരാൾ ചോദിച്ചു. നമുക്ക് ഉത്സവം നടത്തണം. ഇത്ര നാളായിട്ടും അത് മുടങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. അങ്ങനെ കാവിൽ ഒരു ഉത്സവം നടത്തുവാനായി കമ്മിറ്റി കൂടി. ഈ അവസരത്തിൽ ആ നാട്ടിലെ അപ്പർ പ്രൈമറി സ്കൂളിൽ ഒരു സംഗീത അധ്യാപകൻ വന്നു. പേര് രവീന്ദ്ര വർമ്മ. അങ്ങ് വടക്കു നിന്നാണ് മാറ്റം വാങ്ങി വന്നത്. കാഴ്ചയിലും മോശമല്ല, സുന്ദരനാണ്. അദ്ദേഹം വന്ന വിവരം അവിടെയുള്ളവർ പെട്ടെന്ന് അറിഞ്ഞു. കാരണം ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ പലരും അവിടെ തന്നെയുള്ളവരായിരുന്നു. 7ാം ക്ലാസ്സിൽ ആദ്യമായി ചെന്നപ്പോൾ കുട്ടികളുടെ നിർബന്ധപ്രകാരം അവർ ആവശ്യപ്പെട്ട ഒരു സിനിമാ ഗാനം ആലപിച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടുത്ത ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും അത് കേട്ടപ്പോൾ അവർക്കെല്ലാം വർമ്മയോട് വളരെ സ്നേഹം തോന്നി. സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ മറ്റ് അധ്യാപകരും അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞു. സിനിമയിലൊക്കെ പാടാൻ വയ്യേ? ഒരു ടീച്ചർ ചോദിച്ചു. അവസരം കിട്ടിയതാ, പക്ഷേ അതിന് പോയാൽ പിന്നെ ജോലിക്ക് വരാൻ പറ്റില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, അദ്ദേഹം പറഞ്ഞു. കൊള്ളാം, നല്ല പാട്ടാണ്. ഇപ്പോൾ ഇന്റർവെൽ ആണല്ലോ, ഒരു പാട്ട് പാടാമോ? മറ്റൊരു ടീച്ചർ ആവശ്യപ്പെട്ടു. അതിനെന്താ, പാടാമല്ലോ, യാതൊരു മടിയും കൂടാതെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം കുറെ കാലം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമാ ഗാനം പാടി. അത് ചെമ്മീൻ എന്ന സിനിമയിലെ ഗാനം ആയിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്കൂൾ വിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് താമസ സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചു. ആലോചന ചെന്നു നിന്നത് വിശ്വനാഥൻ നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് ആയിരുന്നു. അടുത്ത ദിവസം ഉച്ച സമയത്ത് സ്കൂൾ വിട്ടപ്പോൾ ഹെഡ് മാസ്റ്റർ ഇല്ലത്തേക്ക് പോയി. അദ്ദേഹം വന്നത് വളരെ ഉത്സാഹത്തോടെ ആയിരുന്നു. ഇല്ലത്ത് ചാവടിയിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. കൂടാതെ ഭക്ഷണവും അവിടെ നിന്ന് കഴിക്കാമെന്ന് വിശ്വനാഥൻ നമ്പൂതിരി സമ്മതിച്ചു. ഹെഡ് മാസ്റ്റർ ആ വിവരം സ്കൂളിൽ അറിയിച്ചു. ആർക്കും അതിൽ ഒരു എതിർ അഭിപ്രായം ഇല്ലായിരുന്നു. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ ഹെഡ് മാസ്റ്ററും രവീന്ദ്രവർമ്മയും കൂടി ഇല്ലത്തേക്ക് പോയി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ബ്രഹ്മദത്തൻ നമ്പൂതിരിക്കും വളരെ ഇഷ്ടപ്പെട്ടു.
അങ്ങനെ രവീന്ദ്രവർമ്മ അവിടെ താമസമായി. 2 നാൾ കഴിഞ്ഞപ്പോൾ ശങ്കരൻ നമ്പൂതിരി എന്ന മഹാമാന്ത്രികൻ ഈ വിവരം അറിഞ്ഞു. അയാൾ താൻ കൂട്ടിക്കൊണ്ടുവന്ന യക്ഷിയെ ചിലതൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. അവൾ ഇപ്പോൾ കാഴ്ചയിൽ ഒരു മനുഷ്യ സ്ത്രീ ആയി മാറിക്കഴിഞ്ഞിരുന്നു. അവിടെ താമസിക്കാൻ വന്ന മാഷിനെ നീ എങ്ങനെയും വശത്താക്കണം, അയാൾ അവളോട് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. അവൾ സമ്മതിച്ചു. അയാൾ രാത്രിയിൽ കാവിലൊക്കെ വരും. അവിടെ വെച്ച് നീ അയാളെ വശീകരിക്കണം, ശങ്കരൻ നമ്പൂതിരി ആവശ്യപ്പെട്ടു. അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ അയാൾ രാത്രി അധിക സമയം കാവിൽ കഴിയുമോ? അവൾ ചോദിച്ചു. പുതിയ ആളല്ലേ, അതുകൊണ്ട് ഈ പ്രദേശമൊക്കെ കണ്ട് ആൽച്ചുവട്ടിലിരിക്കും. ശരി, ഞാൻ നോക്കാം. പക്ഷേ സന്ധ്യ കഴിഞ്ഞേ പറ്റൂ. 1-2 നാൾ പഴകിക്കഴിഞ്ഞാൽ നിനക്ക് അയാളുടെ താമസ സ്ഥലത്ത് രാത്രി ചെല്ലാൻ കഴിയും, ശങ്കരൻ നമ്പൂതിരി പറഞ്ഞു. അവൾ സമ്മതിച്ചു. 2 നാൾ കഴിഞ്ഞു. രവീന്ദ്രവർമ്മയ്ക്ക് ആ പ്രദേശം ആകെ ഇഷ്ടമായി. സന്ധ്യ കഴിഞ്ഞാൽ ക്ഷേത്ര പരിസരത്ത് കഴിയുക അയാളുടെ സ്വഭാവമായിരുന്നു. 3-ാം ദിവസം രവീന്ദ്രവർമ്മ പതിവ് പോലെ ക്ഷേത്രവളപ്പിൽ ചെന്നു. സന്ധ്യ കഴിഞ്ഞു. ആൽ വൃക്ഷത്തിന്റെയും യക്ഷിപ്പാലയുടെയും ചില്ലകളിലിരുന്ന് പക്ഷികൾ ഒരു താളലയം പോലെ ശബ്ദം വയ്ക്കുന്നുണ്ട്. അത് കേൾക്കാൻ വളരെ രസമാണ്. ഈ സമയം ആൽ വൃക്ഷത്തിന്റെ മറവിൽ ആരോ നിൽക്കുന്നത് പോലെ വർമ്മയ്ക്ക് തോന്നി. അനങ്ങുന്നുണ്ട്. തന്നെ കൂടാതെ ആരാണ് അവിടെ വരുന്നത്? അയാൾ ചിന്തിച്ചു. ഏതായാലും ഒരു കൂട്ടായല്ലോ. ആരാത്? വർമ്മ ചോദിച്ചു. ഞാനാ, വസുന്ധര. മറുപടി ലഭിച്ചു. വസുന്ധരയോ? കൊള്ളാമല്ലോ. ഈ സന്ധ്യയ്ക്ക് ഇവിടെ എന്തിനു വന്നു? അയാൾ തിരക്കി. ഞാൻ വന്നത് നിങ്ങളെ കാണാൻ. മറുപടി കിട്ടി. അതിന് എനിക്കാരെയും ഇവിടെ പരിചയമില്ലല്ലോ. രവീന്ദ്രവർമ്മ അതിശയപ്പെട്ടു. വർമ്മ മാഷല്ലേ? അത് കൊള്ളാമല്ലോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, ആരാണെന്ന് കാണട്ടെ. രവീന്ദ്രവർമ്മ അല്പം മുന്നോട്ട് ചെന്നു. ഈ സമയം അവളും മുന്നോട്ട് വന്നു. രവീന്ദ്രവർമ്മ അമ്പരപ്പോടെ നോക്കി. അതീവ സുന്ദരിയായ ഒരു യുവതി മുന്നിൽ. ഒരു പരിചയവുമില്ല. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കോവിലകത്തെയാ. ചിലപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്, അവൾ പറഞ്ഞു. എന്തിനാ ഇവിടെ ഈ സമയത്ത്? ഒരു നേരം പോക്കിന്. കോലോത്ത് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേയുള്ളൂ. അമ്മയെ തനിച്ചാക്കിയിട്ട് പോന്നിരിക്കയാ? എന്നില്ല, അമ്മ തനിയെ ഇരുന്നു കൊള്ളും. ചിലപ്പോൾ അമ്മാവന്റെ വീട്ടിൽ പോകും. അപ്പോൾ തനിച്ചല്ലല്ലോ. ഇന്ന് ഞാൻ തനിച്ചാണ്. വിരോധമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ കുറെ സമയം ഇരുന്ന് സംസാരിക്കാം, അവൾ കൂസലില്ലാതെ പറഞ്ഞു. അവൾ പറഞ്ഞത് വളരെയധികം യുക്തിയോടെ ആയിരുന്നു. കാവിന് കിഴക്ക് വശത്ത് താഴെ വളരെ കാലമായി അവകാശികൾ ഇല്ലാതെ ഒരു കോവിലകം കിടപ്പുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ സാമ്പത്തികമായി ഉയർന്നപ്പോൾ ആ വീട് ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് പോയി. ഇപ്പോൾ അത് ആരും ഇല്ലാതെ വെറുതെ കിടക്കുകയാണ്. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ രവീന്ദ്രവർമ്മയ്ക്ക് അവിടെ പോയാൽ കൊള്ളാമെന്ന് തോന്നി. മാത്രമല്ല കൂട്ടിന് അവളും ഉണ്ടല്ലോ. അപ്പോൾ അമ്മയും വസുന്ധരയും മാത്രമേ അവിടെയുള്ളൂ? വർമ്മ ചോദിച്ചു. അതെ, പിന്നെ ആവശ്യമുള്ളതൊക്കെ കൊണ്ടുതരാൻ ആളുണ്ട്. അമ്മ പോയാൽ വസുന്ധര തന്നെയാവില്ലേ? ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ കഴിയും. എന്ത് പേടിക്കാനാ? ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ. അവൾ വളരെ യുക്തിയോടെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് അവൾ ബോധ്യപ്പെടുത്തിയതൊക്കെ രവീന്ദ്രവർമ്മ വിശ്വസിച്ചു. ഏട്ടൻ അങ്ങോട്ട് വരുന്നോ? നമുക്ക് കുറെ സമയം കോലോത്ത് ഇരിക്കാം, അവൾ നിർബന്ധ രൂപേണ ക്ഷണിച്ചു. ഏതായാലും വർമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പഴയ വീടൊക്കെ കാണുക താല്പര്യമുള്ള കാര്യങ്ങളായിരുന്നു. രവീന്ദ്രവർമ്മ അവളോടൊപ്പം നടന്നു. കാവിന് കിഴക്ക് ഭാഗത്ത് ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ പഴക്കം ചെന്ന ഒരു വീട് കണ്ടു. അവൾ ആദ്യം തകർന്നു കിടന്ന പടിപ്പുര വാതിലിൽ കൂടി അകത്ത് കടന്നു. വർമ്മ അവളെ അനുഗമിച്ചു. നമുക്ക് വരാന്തയിൽ ഇരിക്കാം, അവൾ പറഞ്ഞു. വർമ്മ അനുസരിച്ചു. പിന്നെ എനിക്കാരുമില്ലെന്ന് പറഞ്ഞല്ലോ. ഒരു കൂട്ടിന് ഒരാളെ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി, അവൾ പറഞ്ഞു. അതെന്താ അങ്ങനെ വരാൻ കാരണം? അവൾ പറഞ്ഞത് മനസ്സിലാവാതെ വർമ്മ ചോദിച്ചു. അതൊരു കഥയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ കുടുംബം നശിച്ചുപോയി. ഒടുവിൽ ശേഷിച്ചത് ഞാനും അമ്മയും മാത്രം. അമ്മ പലപ്പോഴും അമ്മാവന്റെ വീട്ടിലായിരിക്കും. അപ്പോൾ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു?
ആരെങ്കിലുമൊക്കെ സഹായിക്കും. അതൊക്കെ കൂട്ടിവെച്ച് ഞാൻ തനിയെ കഴിയും. ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടാൻ ഭയമില്ലേ? എന്തിന്? ഇവിടെ വിളക്കൊന്നുമില്ലല്ലോ. നേരം ഇരുട്ടിയല്ലോ. വിളക്കിൽ എന്നെ കാണാൻ പ്രയാസമാണ്. വർമ്മ വാച്ചിൽ നോക്കി. തെളിഞ്ഞു കാണുന്നില്ല. എങ്കിലും ഇലപ്പഴുതുകളിലൂടെ കടന്നുവരുന്ന മങ്ങിയ വെളിച്ചത്തിൽ മണി 7 കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. അയാൾ എണീറ്റു. അപ്പോൾ ഞാൻ പോട്ടെ, സമയം ഏറെ ആയിരിക്കുന്നു. ശരിയാണ്, ഞാൻ അതങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. ഇനി നാളെ വരുമോ? വരാം, വരണം. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. ഞാൻ കാത്തിരിക്കും, അവൾ അപേക്ഷ രൂപേണ പറഞ്ഞു. വർമ്മ എണീറ്റ് അവിടെ നിന്നും നടന്നു. അവൾ അനുഗമിച്ചു. വർമ്മ പോയി കഴിഞ്ഞപ്പോൾ അവൾ തിരികെ കോവിലകത്ത് വന്നു. അപ്പോൾ മാന്ത്രികൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. കൊള്ളാം, നീ അയാളെ ഒട്ടും സംശയിക്കാത്ത തരത്തിൽ പെരുമാറി ഇടപെട്ടു. ഇങ്ങനെ 2-3 നാൾ കഴിയട്ടെ, അപ്പോൾ നമുക്കൊരു വഴിയുണ്ടാക്കാം. എന്താണ് എന്നെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവൾ ചോദിച്ചു. ഏതു വിധേനയും നീ അയാളെ കയ്യിലെടുക്കണം. ഒരു മനുഷ്യജന്മത്തിലാണ് നീ ഇപ്പോൾ കഴിയുന്നത്. ഞാനോ? അതെങ്ങനെ കഴിയും? നീ ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. കുറെ കാലം കൂടി നിനക്കിങ്ങനെ കഴിയാം. അത് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകും? അവൾ തിരക്കി. ഞാനിപ്പോൾ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? അവൾ തുടർന്ന് ചോദിച്ചു. ഏതു പ്രകാരേണയെങ്കിലും നീ അയാളുടെ കൂടെ ചങ്ങാത്തം കൂടി ഇല്ലത്ത് കയറണം. അപ്പോൾ അവർ സംശയിക്കില്ലേ? ഇല്ല, അയാളും ഇവിടെ പുതിയതല്ലേ. ഇവിടത്തെ കാര്യങ്ങളൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. എന്നിട്ട് പറയൂ, കേൾക്കട്ടെ. അവൾക്ക് ആകാംക്ഷയായി. അവിടെ ഒരു പെണ്ണുണ്ട്. അവളെ നീ എങ്ങനെയെങ്കിലും വശത്താക്കി ഇവിടെ കൊണ്ടുവരണം. ആരാണത്? ദേവപ്രിയ എന്നാണ് അവളുടെ പേര്. നിന്നെപ്പോലെ യാദർച്ഛികമായി രക്ഷപ്പെട്ടതാണ്. ആഹാ, അപ്പോൾ അങ്ങനെയുമുണ്ടോ ഒരാൾ? അതെ, ഒരിക്കൽ ആൽ വൃക്ഷത്തിന്റെ തടി അടർന്നു പോയപ്പോൾ രക്ഷപ്പെട്ടതാണ്. അവൾ അവിടെ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെന്താ അങ്ങനെ? അവിടെ അവൾ മനുഷ്യജന്മത്തിൽ കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവളെ വശത്താക്കണം, അല്ലേ? അതെ, അത് ഞാനേറ്റു. ഒന്ന് സംശയിച്ച് അവൾ ചോദിച്ചു. അയാൾ എന്റെ വശീകരണത്തിൽ വരുമോ? അതൊക്കെ നീ വിചാരിച്ചാൽ കഴിയും. അയാൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ നീ ചെന്ന് ബന്ധം പുതുക്കണം. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ പറയണം. അതൊക്കെ ഞാൻ ചെയ്യാം. എങ്കിലങ്ങനെ. അപ്പോൾ ഞാൻ പോണു. ബാക്കിയെല്ലാം നിന്റെ കഴിവ് പോലെ. ഞാൻ എങ്ങനെയെങ്കിലും ദേവപ്രിയയെ ഇല്ലാതാക്കണം, അതല്ലേ വേണ്ടത്? അതെ, അവൾ അവിടെ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമകരമാണ്. അവളിൽ ചില ശക്തികൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചാൽ അവളെ വകവരുത്താൻ കഴിയുമോ? കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ അങ്ങനെയാവട്ടെ. വസുന്ധര സമ്മതിച്ചു. അപ്പോൾ ഞാൻ പോണു. ശങ്കരൻ നമ്പൂതിരി എണീറ്റു. നിഴലിൽ കൂടി നടന്ന് അപ്രത്യക്ഷമായി. വസുന്ധര കുറെ സമയം അവിടെ ഇരുന്നു. അവൾക്കിപ്പോൾ മനുഷ്യജന്മം കൈവന്നിരിക്കുകയാണ്. സൗന്ദര്യവും ഉണ്ട്. ഇനി വേണ്ടത് രവീന്ദ്രവർമ്മയെ വശപ്പെടുത്തി എങ്ങനെയെങ്കിലും ഇല്ലത്ത് കയറണം. അങ്ങനെ തീരുമാനിച്ചു ആരുമില്ലാത്ത ആ കോവിലകത്ത് അവർ കിടന്നു. അടുത്ത നാൾ പിറന്നു. വസുന്ധര കിഴക്കോട്ട് നോക്കിയപ്പോൾ ഒരു വീട് അകലെ കണ്ടു. അവൾ ആ വീട് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയപ്പോൾ ആരെയും കണ്ടില്ല. ഇവിടെ ആരുമില്ലേ? അവൾ ചോദിച്ചു. ആ സമയം ഒരു വൃദ്ധ പുറത്തേക്കിറങ്ങി വന്നു. ആരാ മോളെ നീ? അവൾ വസുന്ധരയോട് ചോദിച്ചു. ഞാൻ അങ്ങ് കിഴക്ക് ഒരില്ലത്തുള്ളതാ. അവിടെ ആരും തന്നെ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ വല്ലയിടത്തും കഴിഞ്ഞുകൂടുന്നു. അത് വലിയ കഷ്ടമല്ലേ? എന്തു ചെയ്യാനാ? അതെന്റെ വിധി. അങ്ങനെയാണേൽ നീ വിഷമിക്കേണ്ട. ഇവിടെ അങ്ങ് കഴിഞ്ഞുകൂടിക്കോ. ആ വൃദ്ധയ്ക്ക് സന്തോഷമായി. തനിക്കാരും കൂട്ടിനില്ലല്ലോ എന്ന് ചിന്തിച്ച് അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ കയറി ചെന്നത്. എങ്കിൽ വളരെ ഉപകാരമായി. ഞാൻ തൽക്കാലം ഇവിടെയങ്ങ് കഴിഞ്ഞോളാം. അതെന്തിനാ അങ്ങനെ ആക്കുന്നത്? ഇവിടെ ഒന്നിനും കുറവില്ല. പാട്ടം നെല്ല് കിട്ടും, പിന്നെ തേങ്ങായുണ്ട്. നെല്ല് അവർ അരിയാക്കി എത്തിക്കും. അത് കേട്ടപ്പോൾ വസുന്ധരയ്ക്ക് സന്തോഷമായി. തനിക്ക് തൽക്കാലം കഴിയാൻ ഒരിടമുണ്ടായി.
ഇപ്പം ഇവിടെ ഇരുന്നു കൊണ്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നവൾ തീരുമാനിച്ചു. അവൾക്ക് കിടക്കുവാൻ വടക്കിനിയിൽ ഒരു മുറി വൃദ്ധ നൽകി. ഈ മുറി എന്റെ കൊച്ചുമകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ്. ഒരു നാൾ മലയിൽ നിന്നും തകർത്തടിച്ചു വന്ന വെള്ളം അവളെ കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ തനിച്ചായി. വൃദ്ധ സങ്കടപ്പെട്ടു. അർദ്ധരാത്രി കഴിഞ്ഞു. ഗന്ധർവയാമമായി. ഈ സമയം പിന്നിൽ ജനാലയിൽ തട്ടുന്ന ശബ്ദം വസുന്ധര കേട്ടു. അവൾക്ക് ആളെ അപ്പോൾ തന്നെ മനസ്സിലായി. മാന്ത്രികനായ ശങ്കരൻ നമ്പൂതിരി. അവൾ പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കാതെ അകത്തളത്തിൽ കൂടി നടന്ന് വരാന്തയിലേക്കുള്ള വാതിൽക്കലെത്തി. ഇങ്ങോട്ടിറങ്ങി വാ, ശങ്കരൻ നമ്പൂതിരി വിളിച്ചു. അവൾ ഇറങ്ങിച്ചെന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അയാൾ തിരക്കി. ഒരു താവളം കിട്ടി. ഇനി ഇവിടിരുന്ന് എന്തുമാവാം, അവൾ പറഞ്ഞു. ഇനി നീ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ആ രവീന്ദ്രവർമ്മ മാഷിനെ കയ്യിലാക്കണം. അങ്ങനെ ഇല്ലത്ത് ചെല്ലണം. അതെങ്ങനെ കഴിയും? അതിനൊരു വഴിയുണ്ട്. എന്ത്? ഇവിടെ വെച്ച് നിങ്ങൾ പരിചയപ്പെട്ടെന്നും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് അവരെ ധരിപ്പിക്കണം. അവർ വിശ്വസിക്കുമോ? മാഷ് അന്യനാട്ടിൽ നിന്നും വന്നതല്ലേ, വിശ്വസിച്ചുകൊള്ളും. ആട്ടെ, ഞാൻ പരിശ്രമിക്കാം. അത് പോരാ, കാര്യം സാധിച്ചെടുക്കണം. അങ്ങനെ അവിടെ ചെല്ലണം. ദേവപ്രിയയെ പാട്ടിലാക്കണം. അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും കടത്തി ഈ ആൽച്ചുവട്ടിൽ സ്ഥാപിക്കണം. അതാണെന്റെ ലക്ഷ്യം. ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യാം, വസുന്ധര സമ്മതിച്ചു. ശങ്കരൻ നമ്പൂതിരി പോയി. അതിനുശേഷം വസുന്ധര അകത്തളത്തിലേക്ക് കടന്നു. അന്നത്തെ രാത്രി അങ്ങനെ കടന്നു പോയി. അടുത്ത നാൾ രവീന്ദ്രവർമ്മ സ്കൂളിൽ പോയി. അവിടെ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ഒരു മുഖം അദ്ദേഹത്തിനുണ്ട്. ആ ദിവസം വളരെ രസകരമായി അദ്ദേഹം സ്കൂളിൽ കഴിഞ്ഞു. അതിനുശേഷം ഇല്ലത്ത് വന്നു. അവിടെ ദേവപ്രിയയും ശാരികയും എവിടെയോ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. എങ്ങോട്ടാണ്? അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ കാവിന്റെ കിഴക്കവശത്ത് ഒരു നദി ഒഴുകുന്നുണ്ട്, അവിടെ, ശാരിക പറഞ്ഞു. എങ്കിൽ ഞാനും വരട്ടെ, ഇവിടമൊക്കെ ഒന്ന് കാണാമല്ലോ. അതിനെന്താ, കൂടെ പോന്നോളൂ, ശാരിക പറഞ്ഞു. എങ്കിൽ ഞാനൊന്ന് റെഡിയാവട്ടെ. വർമ്മ അകത്തുപോയി വളരെ വേഗം വസ്ത്രം മാറിയിട്ട് പുറത്തേക്ക് വന്നു. അതിനുശേഷം അവർ മൂവരും കൂടി പടിപ്പുര കടന്ന് യാത്രയായി. ക്ഷേത്രത്തിന്റെ വലതു ഭാഗത്തുകൂടി ശാരിക അവരെ കൂട്ടിക്കൊണ്ടുപോയി. ദേവപ്രിയയ്ക്ക് ആ പ്രദേശമെല്ലാം വളരെ ഇഷ്ടമായി. അതുപോലെ രവീന്ദ്രവർമ്മയ്ക്കും. അവർ കാവ് ചുറ്റി കിഴക്കുവശത്ത് എത്തി. അല്പം നടന്നപ്പോൾ ഇടതുവശത്തായി ഒരു വീട് കണ്ടു. അത് വസുന്ധര കയറിപ്പറ്റിയ വീടായിരുന്നു. ഇത് ആരുടേതാണ്? വർമ്മ തിരക്കി. വളരെ പഴക്കമുള്ള ഒരില്ലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു മുത്തശ്ശി മാത്രമേയുള്ളൂ, ശാരിക പറഞ്ഞു. അവർ അതിന്റെ മുൻവശത്തു കൂടി കിഴക്കോട്ട് പോയി. അവർ പോകുന്നത് വസുന്ധര കാണുന്നുണ്ടായിരുന്നു. അവൾ ദേവപ്രിയയെ കണ്ടു. അവളുടെ സൗന്ദര്യം വസുന്ധരയിൽ അസൂയ വളർത്തി. അവളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ എവിടെ പോവുകയാണെന്ന് അറിയാൻ അവളും തീരുമാനിച്ചു. അല്പം കഴിഞ്ഞ് അവളും പിന്നാലെ പുറപ്പെട്ടു. ഈ സമയം രവീന്ദ്രവർമ്മയും കൂട്ടരും പുഴയോട് അടുക്കുകയായിരുന്നു. സാധാരണ വീതിയുള്ള ഒരു പുഴയായിരുന്നില്ല അത്. അതിശക്തമായ വെള്ളപ്പാച്ചിൽ ഉള്ള പുഴ. അതീവ ശക്തിയായി പാറക്കല്ലുകളിൽ തട്ടി സീൽക്കാരം ഉതിർത്തുകൊണ്ട് പുഴ ഒഴുകുന്നത് വർമ്മ കണ്ടു. അത്തരത്തിലൊന്ന് ആദ്യം കാണുകയാണ്. ചെറിയ പാറ കഷ്ണങ്ങൾ ആ ഒഴുക്കിൽ തെന്നിവരുന്നത് കാണാമായിരുന്നു. അധികം വീതി അതിന് ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ പാറക്കല്ലുകളിൽ ചവിട്ടി അപ്പുറത്ത് കടക്കാം, ശാരിക പറഞ്ഞു. ശരി, പൊയ്ക്കളയാം, വർമ്മ സമ്മതിച്ചു. ദേവപ്രിയയ്ക്കും അത് സന്തോഷകരമായ കാഴ്ചയായിരുന്നു. ഇത്തരത്തിൽ ഒരു പുഴ അവൾ ആദ്യം കാണുകയായിരുന്നു. ഈ സമയം വസുന്ധര ഒരു വൃക്ഷത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് അത് കാണുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ഒരു ചിന്ത മനസ്സിൽ ഉദിച്ചു. പുഴയുടെ മധ്യത്തിൽ ഒരു വലിയ കുഴിയുണ്ട്, അവൾ ചിന്തിച്ചു. അവർ അറിയാതെ വെള്ളത്തിനടിയിൽ കൂടി അവിടെ ചെല്ലുക. അതിനുശേഷം അവർ മടങ്ങി വരുമ്പോൾ ദേവപ്രിയയെ പിടിച്ച് അതിൽ മുക്കുക. അവർ കാഴ്ചയിൽ നിന്ന് മറയട്ടെ എന്ന് തീരുമാനിച്ച് അവൾ നിന്നു. പുഴയുടെ തീരത്ത് ചെടികൾ വളർന്ന് മുന്നോട്ട് ചാഞ്ഞു നിന്നിരുന്നു. വസുന്ധര ചെടികളുടെ മറവിൽ കൂടി പുഴയിൽ ഇറങ്ങി പതുക്കെ കല്ലുകളിൽ ചവിട്ടി മുന്നോട്ട് നടന്നു. ഈ സമയം അവർ അക്കരയിൽ ചെന്നിരുന്നു. അവിടമൊക്കെ അവർ ചുറ്റിക്കറങ്ങി കാണാൻ നടക്കുന്നതിനിടയിൽ വസുന്ധര പുഴയുടെ മധ്യത്തിൽ
താഴ്ചയുള്ള ഭാഗത്ത് ഒരു കല്ലിൽ മറഞ്ഞിരുന്നു. ദേവപ്രിയയും ശാരികയും ആ ഭാഗത്തു നിന്ന ചെടികളുടെ പുഷ്പങ്ങൾ പറിച്ച് അടുക്കിപ്പിടിച്ചു. കൈനിറയെ പൂക്കൾ അവർക്ക് കിട്ടി. രവീന്ദ്രവർമ്മയും കുറെ പൂക്കൾ പറിച്ചെടുത്തു. അത് കഴിഞ്ഞ് അവർ സാവധാനം നടന്നു. അക്കരയിലുള്ള ഒരു കല്ലിൽ ഇരുന്നു. ഈ സമയം സൂര്യൻ പതുക്കെ ചക്രവാളത്തിൽ ചാഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് പോകാം, വർമ്മ പറഞ്ഞു. അവർ മൂവരും കൂടി പുഴയിലെ കല്ലുകളിൽ ചവിട്ടി നടന്നു. വെള്ളം അതിശക്തിയിൽ ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ പുഴയുടെ മധ്യത്തിലെത്തി. ആ ഭാഗത്താണ് വസുന്ധര മറഞ്ഞിരിക്കുന്നത്. ദേവപ്രിയ അവിടെ എത്തിയതും അവൾ ദേവപ്രിയയുടെ കാലിൽ കടന്നു പിടിച്ചതും ഒപ്പമായിരുന്നു. ആഹാ, നീ ഇവിടെ വന്നോ? ദേവപ്രിയയുടെ ചോദ്യം അതായിരുന്നു. അതിനുശേഷം അവൾ കുനിഞ്ഞ് വസുന്ധരയുടെ കൈകളിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അയ്യോ, എന്നെ വലിച്ചെറിയരുതേ, അവൾ നിലവിളിച്ചു. നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ, അതിനുള്ള ശിക്ഷ ഇതാണ്. ദേവപ്രിയ ഈ സമയം അല്പം മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം വസുന്ധരയുടെ കൈകളിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി 3-4 തവണ കറക്കി അകലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ അന്തരീക്ഷത്തിൽ കൂടി ഉയർന്ന്, വളരെ ഉയർന്ന്, അതിനുശേഷം താഴേക്ക് വന്ന് തല ഒരു കല്ലിൽ ഇടിച്ച് വീണു. പിന്നീട് പുഴയുടെ ആഴത്തിലേക്ക് വീണു. അത്ഭുതത്തോടെ ആ കാഴ്ച കാണുകയായിരുന്നു രവീന്ദ്രവർമ്മയും ശാരികയും. ഇനി നമുക്ക് പോകാം. അവൾ വരില്ല, ദേവപ്രിയ പറഞ്ഞു. അവർ മൂവരും കൂടി പുഴ കടന്ന് കരയിൽ എത്തി. ഇല്ലത്തേക്ക് നടന്നു. ഇതെങ്ങനെ സാധിച്ചു? രവീന്ദ്രവർമ്മ ചോദിച്ചു. കണ്ടില്ലേ, അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ അവൾ നമ്മെ മുഴുവനും ഇതുപോലെ വലിച്ചെറിയുമായിരുന്നു. അതിനുശേഷം അവർ ഇല്ലത്തെത്തി. ദിവസങ്ങൾ കടന്നുപോയി. രവീന്ദ്രവർമ്മ ശാരികയെ വേളി കഴിച്ചു. ദേവപ്രിയ അവരോടൊപ്പം കഴിഞ്ഞു. കുറെ നാൾ കഴിഞ്ഞു ദേവപ്രിയ ഇല്ലത്തുനിന്ന് പോയി. എവിടെ പോവുകയാണെന്ന് അവൾ പറഞ്ഞില്ല. ഒരിക്കൽ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയ അവളെ പിന്നെ ആരും കണ്ടില്ല. കഥ അവസാനിച്ചു. അവതരിപ്പിച്ചത് മിഥുൻ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തണം. എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ അത് കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പിന്നെ എല്ലാവർക്കും കഥകൾ പറയുമ്പോൾ കുറ്റവും കുറവൊക്കെ ഉണ്ടാവോ, അത് സ്വാഭാവികമാണല്ലോ. അതൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതൊക്കെ പരിഹരിക്കാമെന്ന്, അടുത്ത നോവൽ പരിഹരിച്ച് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ സ്റ്റോറി ചെകുത്താൻ്റെ യക്ഷി എന്ന് പറയുന്ന സ്റ്റോറി അതിൻ്റെ രചനയിലാണ്. ആ രചന പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിപ്പോൾ ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട്. അത് പൂർത്തിയായാൽ ഉടനെ തന്നെ അത് ഇതിനു ശേഷം വരുന്നതായിരിക്കും. അല്പം കൂടി ക്ഷമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ സ്റ്റോറി എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷേ ലൈക്കുകളാണ് എനിക്ക് കുറവ്. പരമാവധി കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമന്റും രേഖപ്പെടുത്തണം. കാരണം കമന്റ് ഇട്ടാലേ എനിക്ക് ഈ എൻ്റെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കൂടും. അപ്പോൾ എൻ്റെ ചാനലിലെ നോവലിലെ മറ്റ് ആൾക്കാരിൽ എത്തും. അപ്പോൾ നിങ്ങളെ പരമാവധി കാണുന്നവർ പരമാവധി ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. ഒട്ടും മടിക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ലൈക്ക് ചെയ്യുമ്പോഴും കമന്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ചാനൽ കൂടുതൽ വളർച്ചയെത്തും. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ എണ്ണം കൂടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്